أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الواحد القهار الصمد الجبار. الحمد لله الأحد الغفار. الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار. حسبنا الله حسبنا الله حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. كل ابن آدم خطاء وخير الخطائين التوابون كما قال شفيعنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين. يا زينة الكونين جدلي وافرا يا بهجة الدارين كلي ناصرا يا غافر العاصين كلي غافرا جدي بجودك أرويني برضاك يا سيدي مددي سندي ويا مددي مؤيدي مددي ومدي العشددي مشيدي سددي عبدي بلا عدد كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين. لخمسة نطفي بها هرا وبالحتما المصطفى والمرتضى
وابناهما والفاطمة. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ, പൂർണ്ണമായും തന്റെ ജീവിതവും ജീവനും പണ്ഡിത സൂര്യകിരണങ്ങളേറ്റ് പ്രകാശപൂരിതമായി കിടക്കുന്ന സമസ്തയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഈ സദസ്സിന് അനുയോജ്യനും അർഹതപ്പെട്ടതുമായ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ശൈഖുന കെ.എം. സോദിഖ് ഉസ്താദ് അവറുകളെ, ഈ സദസ്സിലിരിക്കുന്ന യുവാക്കൾക്ക് ദീനീ പ്രവർത്തനത്തിന് പാണക്കാട് കുടുംബത്തിൽ നിന്നും നേതൃത്വത്തിന് അല്ലാഹു സമ്മാനിച്ച സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ, ഈ സദസ്സിന്റെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് വളരെ തിരക്കുകൾ ഉണ്ടായിരുന്നിട്ട് പോലും പലപ്പോഴും സുന്നത്ത് ജമാഅത്തിന്റെ ഇത്തരം വേദികൾക്ക് വേണ്ടി ക്ഷണിക്കപ്പെടുമ്പോൾ വളരെ താൽപര്യത്തോടു കൂടിയാണ് ഈ സദസ്സിലേക്ക് ഓടിയെത്താറുള്ളത്. ബഹുമാനപ്പെട്ട കേരള നഗര വികസന കാര്യമന്ത്രി മഞ്ഞളാംകുഴി അലി സാഹിബ്, അദ്ദേഹത്തിന്റെ വരവിന് വേണ്ടിയാണ് നമ്മുടെ പ്രോഗ്രാം പതിവിന് വിപരീതമായി കുറച്ച് വൈകിയത്. അവരൊക്കെ തിരക്കുള്ള വ്യക്തികളാണ്, നമ്മുടെ വേദികൾക്ക് അവരാവശ്യവുമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സമൂഹത്തിനും സമുദായത്തിനും ഉതകുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് ആ പദവിയിൽ ഇരുന്നുകൊണ്ട് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഈ വേദിയിലെ ബഹുമാനപ്പെട്ട ഈ ഇസ്ലാമിക് സെന്ററിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് മുസ്തഫ അഷ്റഫ് ഉസ്താദ്, ഹബീബ് ഫൈസൽ ഉസ്താദ്, പിന്നെ ഈ വേദിയിലിരിക്കുന്നവരൊക്കെ സമസ്തയുടെ വലിയ ഗുരുവര്യന്മാരും പണ്ഡിതന്മാരുമാണ്. സമയമേറെ വൈകി, സാധാരണ എല്ലാ വർഷവും തുടങ്ങുന്നതിനേക്കാൾ 1.5 മണിക്കൂർ നാം വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ആരെയും എടുത്തു പറയുന്നില്ല, എല്ലാ ഉസ്താദുമാരും പൊരുത്തപ്പെടുക. അങ്ങനെയുള്ള പ്രിയപ്പെട്ട ഗുരുവര്യന്മാരെ, ഒരുപാട് പൊതുപ്രവർത്തകരുണ്ട് നമ്മുടെ ഈ ഇസ്ലാമിക് സെന്ററിന് വേണ്ടി ശരിക്കും സാമ്പത്തികം കൊണ്ടും ഉപദേശം കൊണ്ടും സാന്നിധ്യം കൊണ്ടും സഹായിക്കുന്ന, സഹകരിക്കുന്ന ഒരുപാട് പൊതുപ്രവർത്തന മേഖലയിലെ സജീവ സാന്നിധ്യം അലങ്കരിക്കുന്ന പ്രിയപ്പെട്ട പ്രവർത്തകരുണ്ട്, ബിസിനസ്സുകാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബിസിനസ്സിലൊക്കെ അഭിവൃദ്ധിയും ഐശ്വര്യവും പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. അങ്ങനെ ഈ വേദിയിൽ നിറഞ്ഞിരിക്കുന്ന, സ്റ്റേജിൽ നിറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട പ്രമുഖ വ്യക്തിത്വങ്ങളെ, പരിശുദ്ധ റമദാനിന്റെ സമാപനത്തിന്റെ മഹത്വവും ബറക്കത്തും ഇൽമിന്റെ വേദിയിലൂടെ പെറുക്കിയെടുക്കുന്നതിനു വേണ്ടി വളരെ സന്തോഷത്തോടുകൂടി നേരത്തെ തന്നെ ഈ സദസ്സിലെത്തിച്ചേർന്ന പ്രിയപ്പെട്ട ഉമ്മതങ്ങന്മാരെ, മുത്തഅല്ലിമീങ്ങളെ, യുവ സുഹൃത്തുക്കളെ, ഉസ്താദുമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സർവാദിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാഫാക്കി തരുമാറാകട്ടെ. നരകമോചനത്തിന്റെ പരിശുദ്ധ റമളാനിന്റെ ഈ 10 അൽഹംദുലില്ലാഹ് ഓരോ ദിവസവും നമ്മളോട് യാത്ര പറയുമ്പോൾ എല്ലാ പാപങ്ങളിൽ നിന്നും ഒഴിവായി അല്ലാഹുവിന്റെ പ്രകാശം നിറഞ്ഞ ഖൽബിന്റെ ഉടമയായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഒരുപാട് ഉസ്താദുമാർ, നമ്മുടെ സമസ്തയിലെ മുതിർന്ന പ്രിയപ്പെട്ട ഗുരുവര്യന്മാരിൽ ഒരുപാട് ആളുകൾ സുഖമില്ലാതെ കിടക്കുകയാണ്. അവർക്കൊക്കെ അല്ലാഹു ആഫിയത്തും ആരോഗ്യവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തൊടിയൂർ ഉസ്താദ് ഉൾപ്പെടെ, കീച്ചേരി ഉസ്താദ് ഉൾപ്പെടെ ഒരുപാട് പണ്ഡിതന്മാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ ആഫിയത്ത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്കൊക്കെ അല്ലാഹു നമുക്ക് വേണ്ടി ഉപദേശ നിർദ്ദേശങ്ങൾ തരാൻ, നേതൃത്വം തരാൻ, ഓടിച്ചാടി നടക്കാനുള്ള ആരോഗ്യം അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഇന്നത്തെ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് ഈ സദസ്സ് കാണുമ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാളുപരി പല സന്തോഷങ്ങളാണ് കൂടുതൽ മനസ്സിലുള്ളത്. ഒന്ന്, സോദിഖ് ഉസ്താദ് എന്ന് എനിക്ക് വേണ്ടി കൂടുതൽ ദുആ ചെയ്തു, അല്ലാഹു തആല ദുആ സ്വീകരിക്കട്ടെ. 2, ഹിഫ്ദുൽ ഖുർആൻ കോളേജിന്റെ ഉദ്ഘാടന കർമ്മം ഇന്നിവിടെ നടന്നു. ഉസ്താദുമാരുടെ കണ്ണ് നിറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു സമുദായത്തെ ഏറ്റവും വലിയ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ലോകത്ത് ആരെക്കാളും ഏറ്റവും വലിയ ഉന്നത പദവിയിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ മഹത്വമാണ് അല്ലാഹുവിന്റെ ഖുർആൻ. ആ ഖുർആൻ ഈ മക്കളുടെ ഹൃദയങ്ങൾ അൽഹംദുലില്ലാഹ് സ്വീകരിക്കാൻ പോവാണ്. അതിന് 1 രൂപ കൊണ്ടെങ്കിലും ഇസ്ലാമിക് സെന്ററിനെ സഹായിച്ചവരുണ്ടെങ്കിൽ അവർക്കൊക്കെ അതിന്റെ പുണ്യം ഇന്നു മുതൽ ഒരു പുതിയ പുണ്യം കൂടി ലഭിക്കാൻ പോകുന്നു. അല്ലാഹു തളരാതെ പിളരാതെ
ആവേശത്തോടെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നേതൃത്വം കൊടുക്കുന്ന ഉസ്താദുമാർക്കും സഹായിക്കുന്ന നമുക്കും പഠിക്കുന്ന മക്കൾക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അത് രണ്ടാമത്തെ സന്തോഷം. മറ്റൊന്ന്, സാധാരണ പരിപാടി ആദ്യത്തെ പത്തിലും രണ്ടാമത്തെ പത്തിലും ഒക്കെയാണ്. ഇപ്പോ സമാപന പത്തിൽ നമ്മുടെ പരിപാടിയുടെ സമാപനം തന്നെ 27 രാവിലാണ്. അൽഹംദുലില്ലാ, വലിയ ദുആ മജ്ലിസ് അന്നിവിടെ നടത്തും. എല്ലാം കൊണ്ടും അള്ളാഹുവിന്റെ ഒരു വലിയ തീരുമാനം നമുക്ക് അനുകൂലമായി വന്നിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ 3 ദിവസത്തെ പ്രോഗ്രാമോടുകൂടി നമ്മുടെ ഈ പരിപാടിയുടെ ഇസ്ലാമിക് സെന്ററിന്റെ കടബാധ്യത അൽഹംദുലില്ലാ തീർന്നു കിട്ടണം. നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കും വെറും ഒരു പിരിവായിരിക്കുമോ എന്ന്. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ആവശ്യമുള്ളത് നമ്മൾ ചെയ്തു കൊടുക്കണം. ഈ പ്രിയപ്പെട്ട ഉസ്താദുമാരൊക്കെ ദീനീ പ്രവർത്തനത്തിന് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ മാറിപ്പോകേണ്ടി വന്നാൽ ഇസ്ലാമിക് സെന്റർ അനാഥമായി കിടക്കാൻ പാടില്ല. അതിന്റെ ബാധ്യത ഇനി ഈ റമളാൻ കഴിഞ്ഞപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അത് ഉറപ്പാണ്. ആ വിഷയത്തിൽ നിങ്ങൾ എനിക്ക് വാക്ക് തരണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വർഷത്തെ പ്രോഗ്രാമോടുകൂടി ഇസ്ലാമിക് സെന്ററിന്റെ ബാധ്യതയ്ക്ക് പൂർണ്ണമായും അൽഹംദുലില്ലാ ഒരു പരിഹാരം അല്ലാഹു കാട്ടിത്തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു പുണ്യ അമലിനെ കുറിച്ചാണ് ഇന്നും നാളെയും നിങ്ങളോട് ചർച്ച ചെയ്യുന്നത്. സ്ഥാനം പോവാൻ ചെളിയിലൊന്നും ചവിട്ടാത്ത രീതിയിൽ പതുക്കെ സ്ഥാനം ഇറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. ബസറ എന്ന് പറയുന്ന രാജ്യത്തിലെ അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടി. അതീവ സുന്ദരി എന്ന് പറഞ്ഞാൽ സൗന്ദര്യത്തിന്റെ പരമോന്നതമായ പരിധി എവിടം വരെയാണോ അവിടം വരെ അള്ളാഹു സൗന്ദര്യം കൊടുത്ത ഒരു സുന്ദരിയായ പെണ്ണ്. ശരീരത്തിന്റെ അംഗലാവണ്യത്തിനപ്പുറം ശബ്ദം കൊണ്ട് മാസ്മരികമായി മയക്കിയെടുക്കാൻ പറ്റുന്ന ശബ്ദമാധുര്യത്തിന്റെ ഉടമയായ ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ബസറയിലെ മുഴുവൻ യുവാക്കളുടെയും നെഞ്ചിലെ സ്വപ്നമായി ആ പെണ്ണ് ബസറ പട്ടണത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ബസറയുടെ തെരുവോരങ്ങളിൽ എവിടെയെങ്കിലും ആട്ടവും പാട്ടുമൊക്കെ നടന്നാൽ ഈ പെൺകുട്ടിയുടെ സാന്നിധ്യം അവിടെ നിർബന്ധമായി പോകുന്ന രീതിയിൽ കാലഘട്ടം ആ പെൺകുട്ടിക്ക് വലിയ ഒരു സ്ഥാനം കൊടുത്തിരിക്കുന്നു. സൗന്ദര്യത്തിന്റെ പേരിൽ, ആഗ്രഹത്തിന്റെ പേരിൽ, ആകർഷണത്തിന്റെ പേരിൽ. ഒരിക്കൽ ആ പെൺകുട്ടി തന്റെ ജീവിതത്തിന്റെ സന്തോഷവും ആനന്ദവും ആഹ്ലാദവും ഒക്കെ മതിവരുവോളം നുകർന്നുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ജീവിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ ഇഷ്ടത്തോഴന്മാരിൽപ്പെട്ട സൂഫിയാക്കളിൽപ്പെട്ട ആബിദീങ്ങളിൽപ്പെട്ട ബഹുമാനപ്പെട്ട സ്വാലിഹുൽ മുജീർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു സദസ്സ് ആ പ്രിയപ്പെട്ട സഹോദരി കാണാനിടയായി. നൂറുകണക്കിന് ആളുകളെ തന്റെ സദസ്സിൽ വിളിച്ചിരുത്തിയിട്ട് ബഹുമാനം ആദരണീയമായ സ്വാലിഹുൽ മുജീർ റളിയല്ലാഹു തആല അൻഹു ആ പ്രിയപ്പെട്ട ജനങ്ങളോട് അവരുടെ അള്ളാഹുവിന്റെ ഓർമ്മകളും പരലോകത്തിന്റെ ചിന്തകളും പാപക്കറകളെ കഴുകിക്കളയുന്ന ഒരുപാട് ഗുണഗണങ്ങളായ അവസ്ഥാവിശേഷങ്ങളും ബഹുമാനപ്പെട്ട സ്വാലിഹുൽ മുജീർ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സദസ്സിൽ ആള് നിറഞ്ഞിരിക്കുന്നത് കണ്ട് ഈ സൗന്ദര്യവതിയായ ലോകത്തൊരു നന്മ പോലും ചെയ്യാതെ തന്റെ ശരീരവും കടക്കെണ്ണും കാമചിന്തകളും കൊണ്ട് ബസറ പട്ടണത്തിലെ രാജകുമാരന്മാരെ പോലെ ജീവിക്കേണ്ടുന്ന ചെറുപ്പക്കാരെ മയക്കിയെടുത്ത് മികച്ചവയുടെ ഏറ്റവും വലിയ അഴുക്കുചാലിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുന്ന ഈ പെൺകുട്ടി സ്വാലിഹുൽ മുജീർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹനീയമായ സദസ്സിലേക്കൊന്ന് എത്തി നോക്കുകയാണ്. ബഹുമാനപ്പെട്ട സ്വാലിഹുൽ മുജീർ റളിയല്ലാഹു തആല അൻഹു ദേഷ്യപ്പെട്ടു. ആ പെണ്ണ് ആ മനോഹരമായ സദസ്സിൽ നിന്ന് അകന്നകന്നുപോയി. തന്റെ ഭവനത്തിലേക്ക് പോയിട്ട് ആ പ്രിയപ്പെട്ട സഹോദരിക്ക് സമാധാനം ലഭിച്ചില്ല. അവിടെ എന്താണ് നടക്കുന്നതെന്നറിയാൻ തന്നോടൊപ്പമുള്ള തന്റെ പരിചാരകമാരിൽ 1-2 ആളുകളെ ക്രമം അവിടത്തേക്ക് അയക്കുകയാണ്. ഒന്നാമത്തെ ആള് പോയി മടങ്ങി വന്നില്ല. രണ്ടാമത്തെ ആള് പോയി മടങ്ങി വന്നില്ല.
മൂന്നാമത്തെ ആള് പോയി മടങ്ങി വരാത്തപ്പോ ബഹുമാനപ്പെട്ട സ്വാലിഹുൽ മുദിയുടെ സദസ്സിലേക്ക് താൻ തന്നെ പോവുകയാണ് എന്ന് പറഞ്ഞ് സൗന്ദര്യം വരിഞ്ഞൊഴുകുന്ന സുന്ദരിയായ ആ പെൺകുട്ടി ആ വഴിയിലേക്ക് നടന്നു നീങ്ങുകയാ. സ്വാലിഹുൽ മുദി റളിയല്ലാഹു തആല അൻഹുവിന്റെ മനോഹരമായ സദസ്സിൽ നേരം പ്രഭാഷണം നടക്കുകയാ. നൂറുകണക്കിന് ആളുകളുടെ കറപുരണ്ട് പോലെ കൽബിനെ പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭ പരത്തുന്ന മനോഹരമായ നസീയത്തിന്റെ വാക്കുകൾ അമ്പുകളെ പോലെ വിശ്വാസിയുടെ മാനസങ്ങളെ കീറിമുറിച്ചുകൊണ്ട് കുത്തേക്ക് കിടക്കുമ്പോ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഏറ്റവും വലിയ അബദ്ധ സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന സൗന്ദര്യം ഒരു ശാപമായി കിട്ടിയതുപോലെ ആ സരസിന്റെ പുറത്തിരുന്നുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മനസ്സുവല്ലാതെ തകർന്നു പോവുകയാ. സ്വാലിഹുൽ മുദി റളിയല്ലാഹു തആല അൻഹുവിന്റെ സരസിൽ എല്ലാവരും ലയിച്ചിരിക്കുമ്പോ ആ സരസിന്റെ ഏറ്റവും പുറകിൽ ഈ പ്രിയപ്പെട്ട സഹോദരി എന്ന് കടന്ന് അറിയാതെ ഇരുന്നു പോവുകയാ. പാപക്കറകളുടെ കുറ്റാങ്കുറ്റിട്ട് വല്ലാതെ ഭീതി നിറഞ്ഞിരിക്കുന്ന ഖൽബിന്റെ കത്തളത്തിലേക്ക് സ്വാലിഹുൽ മുദി റളിയല്ലാഹു അൻഹുവിന്റെ സ്വർഗത്തിന്റെ മജ്ലിസിന്റെ പ്രകാശം ആ പെൺകുട്ടിയുടെ ഖൽബിലേക്ക് പറന്നു ചെല്ലുകയാ. അവിടെ ഇരുന്നുകൊണ്ട് ആ പെൺകുട്ടി പൊട്ടിക്കരയാൻ തുടങ്ങി. സരസിന്റെ എല്ലാ നസീഹത്തുകൾ കിടന്ന് എല്ലാവരും എഴുന്നേറ്റ് പോകുമ്പോ സരസിന്റെ ഏറ്റവും പുറകിൽ നിന്നുകൊണ്ട് കണ്ണീരിങ്ങനെ അണച്ചാല് പൊട്ടുന്നത് പോലെ പൊട്ടിയൊഴുകി പൊട്ടിക്കരന്നുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ കണ്ടപ്പോ സ്വാലിഹുൽ മുദി റളിയല്ലാഹു തആല അൻഹു ആ പെണ്ണിനോട് ചോദിച്ചു, നീ ഇപ്പോഴാണ് ഇവിടെ കടന്നു വന്നത്, എന്തിനാണ് നീ ഇങ്ങനെ പൊട്ടിക്കരയുന്നത്? സ്വാലിഹുൽ മുദി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്ന, ജീവിതത്തിൽ ഇന്ന് വരെ എന്നെ പടച്ചതമ്പുരാനെ അല്ലാഹു അക്ബർ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അൽഹംദുലില്ലാ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ജീവിതത്തിൽ അബദ്ധ സഞ്ചാരം നടത്തി എന്റെ ശരീരത്തിന്റെ സൗന്ദര്യം കൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് യുവാക്കളെ വഴിതെറ്റിക്കാൻ പരിശ്രമിച്ചവളാ. അറാമിയത്തിന്റെ കൂത്തരങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുന്ന എനിക്ക് എന്റെ ജീവിതത്തിൽ എന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുന്നതിന് ഇനി എനിക്ക് സമയമുണ്ടോ അവസരമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട സ്വാലിഹുൽ മുദി റളിയല്ലാഹു തആല അൻഹു നിറകണ്ണുകളോടെ പറയുന്നു, അൽഹംദുലില്ലാ, നീ ഇപ്പോ ചോദിച്ച ഈ ചോദ്യത്തിൽ നിന്റെ മനസ്സിന്റെ വേദന, നിന്റെ കണ്ണിന്റെ നീര്, നിന്റെ ഖൽബിന്റെ ഒരു വല്ലാത്ത ആകർഷണത്വം അല്ലാഹുവിലേക്കുള്ള നിന്റെ താല്പര്യം, ആ താല്പര്യം കൊണ്ട് ജീവിതത്തിൽ ഈ പ്രായം വരെ നീ ചെയ്തു കൂട്ടിയ വ്യഭിചാരത്തിന്റെ കണ്ണുകുടിയുടെ ഹറാമിന്റെ ഏറ്റവും വലിയ അതിർവരമ്പ കടന്നുപോയി പടച്ചതമ്പുരാനോട് പൊരുത്തക്കേട് ചെയ്തതിന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും പാപക്കറകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ചതമ്പുരാൻ ഇന്ന് നീ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നതോടെ മാറ്റിത്തരുമെന്ന് സ്വാലിഹുൽ മുദി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുമ്പോ ആ സരസിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് അവിടെ നിറങ്ങി വരുമ്പോ ഏറ്റവും വലിയ പ്രകാശത്തിന്റെ കാല് വെച്ചുകൊണ്ട് നടന്നു പോകാനാ തീരുമാനിച്ചത്. അവിടേക്ക് നടന്നുപോയത് അഴുക്ക് ചാലിൽ അകപ്പെട്ടുപോലെ ചെളിക്കൊണ്ടിൽ വീണുപോലെ മോശമായ കാലുകൊണ്ടാണെങ്കിൽ അവിടെ നിറങ്ങി നടന്നുപോയത് തൗബയുടെ, ആത്മീയതയുടെ, ഈമാനിന്റെ, പ്രാർത്ഥനയുടെ, പടച്ചതമ്പുരാനിന്റെ നൂറാനിയത്തെ ഏറ്റുവാങ്ങിയിട്ടാണെങ്കിൽ മണ്ണാർക്കാട് വീണ്ടും ഒരു ഇസ്ലാമിക റമളാൻ പ്രഭാഷണം ചരിത്രം ശ്രദ്ധിക്കുമ്പോ തളിച്ചുകൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊരിക്കൽ സങ്കടത്തോടെ പറയാറുള്ളത്, ഈ റമളാൻ നമ്മളോട് യാത്ര പറയുമ്പോൾ നമ്മുടെ ഖൽബിന്റെ അകത്തൊരു പാപത്തിന്റെ കറ പോലും ഉണ്ടാവാൻ പാടില്ല. മണ്ണാർക്കാട് ഇസ്ലാമിക് സെന്ററിന്റെ പ്രോഗ്രാം മനോഹരമായ ഗ്രൗണ്ടിലേക്ക് 10,000 സഹോദരങ്ങളും സഹോദരിമാര് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ കടന്നു വരുമ്പോ പൊറുക്കപ്പെടാൻ ബാക്കിയുള്ള എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടോ, പൊറുക്കപ്പെടാൻ ബാക്കിയുള്ള എന്തെങ്കിലും പാപക്കറകൾ എന്റെയും നിങ്ങളുടെയും മനോമുഖത്തിലുണ്ടോ? അൽഹംദുലില്ലാ, ഇന്നത്തെ ദിവസത്തിലൂടെ നാളെയിലൂടെ മറ്റന്നാൾ ബഹുമാനപ്പെട്ട മശായിഖന്മാര് പൊട്ടിക്കരന്നുകൊണ്ട് പ്രാർത്ഥന നിർവഹിക്കുമ്പോ 27-ാം രാവിന്റെ പൊൻകിരണമാകുന്ന മഗ്ഫിറത്ത് നെഞ്ചകത്തിലേക്ക് ഏറ്റുവാങ്ങി എന്റെ പ്രിയപ്പെട്ടവരെ, പാപമില്ലാത്ത ഖൽബോട് ഈ മനോഹരമായ സരസിൽ നിന്ന് പിരിഞ്ഞു പോകാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഓർക്കുന്നുണ്ടോ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂല് പരിശുദ്ധ പള്ളിയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് മിഹ്റാബിൽ നിന്നുകൊണ്ട് ആമീൻ പറഞ്ഞല്ലോ. അല്ലാഹുവിന്റെ റസൂല് ആമീൻ പറഞ്ഞതിനെ കുറിച്ച് എന്താണ് സഹാബികൾ ചോദിച്ചപ്പോ മറുപടി പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാം. മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ദുആ ചെയ്തു, സഹാബത്തെ, പരിശുദ്ധ റമളാൻ ആഗ്രഹമായിട്ട് ആ റമളാൻ അവൻ നോമ്പ് പിടിച്ചു, അവൻ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടി. ആ റമളാൻ അവനോട് യാത്ര പറയുമ്പോ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നില്ല
എങ്കിൽ അവന് സർവനാശമുണ്ടാകട്ടെ എന്ന് ദുആ ചെയ്തതാരാ? അല്ലാഹുവിന്റെ പ്രത്യേകമായ പ്രകാശം കൊണ്ട് പടച്ച തമ്പുരാൻ പടച്ച അല്ലാഹുവിന്റെ മാലാഖമാരിൽ മുഖറബീങ്ങളുടെ നേതാവായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് ദുആ ചെയ്തത്. ആമീൻ പറഞ്ഞതാരാ? ആ ചുണ്ടൊന്ന് അനങ്ങിയപ്പോ കാർമേഘം വീണുപോയിട്ടുണ്ട്. ആ ചുണ്ടൊന്ന് ചലിച്ചപ്പോ വറ്റി വരണ്ടു പോയ ഹുദൈബിയ സന്ധിയുടെ കാലഘട്ടത്തിൽ വറ്റി വരണ്ടു പോയ കിണർ നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. ആ നാമൊന്ന് ചലിച്ചപ്പോ, ആ മനസ്സൊന്ന് വലിച്ചപ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധ കഅബാലയത്തെ കിബലയാക്കി കൊടുക്കാൻ അല്ലാഹു പോലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള ഉമ്മത്തേ, ആ മുത്ത് റസൂൽ പറയുന്നു, ജിബ്രീൽ നിന്റെ ദുആഇന് ഞാൻ ആമീൻ പറയുകയാണ്. പരിശുദ്ധ റമളാൻ ഞങ്ങളോട് യാത്ര പറയുമ്പോ പാപങ്ങൾ പൊറുക്കപ്പെടാത്തവരായി ആരാണോ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് അവർക്ക് സർവനാശമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞതാരാ? പേടിക്കണം പ്രിയപ്പെട്ടവര്. 7 മിനിറ്റ് കൊണ്ട് 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്ന മിടുക്കന്മാരുണ്ടല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നിവർത്തി വെച്ചിട്ട് സ്വറ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ. റമളാനിൽ പോലും വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ അനാവശ്യമായ ചിത്രങ്ങളും ചിന്തകളും മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോ ഈ വിലപ്പെട്ട സമയത്ത് മുഴുവനും നശിപ്പിച്ചു കളഞ്ഞവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന കേട്ടോ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ തഖ്വ ചെയ്യുക. അതിന് അല്ലാഹു പറയുന്ന പരിധി എന്താ? ഹഖ്ഖ തുഖാത്തിഹി, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി നിങ്ങൾ തഖ്വ ചെയ്യുക. എത്ര സൂക്ഷ്മത ഇബാദത്തിൽ കാണിക്കാൻ പറ്റോ, എത്ര തഖ്വ ഇബാദത്തിൽ കാണിക്കാൻ പറ്റോ അത്രത്തോളം തഖ്വ നിങ്ങൾ ചെയ്യുക. എന്നിട്ട് ഖുർആൻ പറയുന്നു, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടെല്ലാരും മരിക്കല്ലേ, നിങ്ങൾ മുസ്ലിമായിട്ടെല്ലാരും മരിക്കല്ലേ. എന്തിനാണ് ഖുർആൻ ഇത് പറഞ്ഞതെന്നറിയോ? മുസ്ലിമായിട്ടെല്ലാരും മരിച്ചു പോകുന്നവന്റെ അവസ്ഥയെക്കുറിച്ച് നമുക്കറിയുമല്ലോ സഹോദരങ്ങളെ. മുസ്ലിമായി മരിക്കുന്നവന്റെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? അസ്റായിൽ വന്ന് റൂഹ് പിടിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ അല്ലാഹു അനുവദിച്ചു കൊടുത്ത ജീവിതത്തിന്റെ സമയങ്ങളിൽ 2 കരമുയർത്തിയിട്ട് നാഥ, പാതിരാത്രിയുടെ യാമങ്ങളിൽ അറിയാതെ പാപക്കറകൾ എന്റെ കൽവിൽ പുരണ്ടുപോയല്ലോ, എന്റെ കയ്യിൽ പുരണ്ടുപോയല്ലോ, എന്റെ കാലിൽ പുരണ്ടുപോയല്ലോ, അതുകൊണ്ട് എനിക്ക് പുറത്തു തരണയല്ലോ എന്ന് മരിക്കുന്നതിന് മുമ്പ് തൗബയുടെ നിബന്ധനകളോട് പടച്ചവനോട് പറയാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ഭാഗ്യവാനും. മുസ്ലിമായി മരിക്കാൻ അല്ലാഹു വിധിക്കുന്നവന് അല്ലാതെ മരണപ്പെട്ടു പോവല്ലേ പെങ്ങള്. ഇസ്ലാമിക് സെന്ററിന് വേണ്ടി ആഭരണങ്ങൾ വലിച്ചൂടി എറിയുന്ന പെണ്ണ് തന്റെ മദീനയിൽപ്പെട്ട 30 സെന്റ് വസ്തു പോലും ഇസ്ലാമിക് സെന്ററിന്റെ പ്രവർത്തനത്തിന്റെ വിജയത്തിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് സന്തോഷത്തോട് എഴുതി കൊടുത്ത പ്രിയപ്പെട്ട മുസ്ലിം ഉപ്പമാര്, അല്ലാഹുവിന്റെ ദീനീ പ്രവർത്തനത്തിന് എപ്പോഴും ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് ആവേശത്തോടെ കാത്തിരിക്കുന്ന എന്റെ മണ്ണാർക്കാട് ഈ മനോഹരമായ ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട യുവത്വമേ, തൗബ ചെയ്യുന്നതിന് മുമ്പ് കണ്ണടഞ്ഞു പോയാൽ അവന് സർവനാശമാ. പാദക്കറകൾ കഴുകിക്കളയുന്നതിന് മുമ്പ് ലോകത്തിരുന്ന് മരണപ്പെട്ടു പോയാൽ അവന് സർവനാശമാ. എപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാൻ പറ്റൂ? നെഞ്ചുവേദന വന്നിട്ടാണോ, അറ്റാക്ക് വന്നിട്ടാണോ, അതുപോലെ വൃക്ക തകരാറിലായിട്ടാണോ, നടറോഡിൽ കിടന്ന് രക്തമിങ്ങനെ പുറത്തേക്ക് തുപ്പി തലച്ചോറ് ചിന്നിച്ചു തെറിയിട്ട് എത്രയോ ആളുകളാണ് റോഡിൽ നിന്നവരുടെ മയ്യത്തുകൾ വലിച്ചടിച്ചു കൊണ്ടുപോയത്. അറിയില്ല റബ്ബേ, അറിയില്ല റബ്ബേ. കഴിഞ്ഞ വർഷത്തിൽ വന്ന പലരും ഇന്ന് കബറിന്റെ അകത്ത് കിടക്കുമ്പോ നമുക്കൊരു റമളാൻ കൂടി ഭാഗ്യം തന്ന അല്ലാഹ് ഈ റമളാൻ ഞങ്ങളോട് യാത്ര പറയുമ്പോ ഒരു പാപം പോലും ഞങ്ങളെ ഖൽബിന്റെ അകത്ത് ശേഷിക്കില്ല തമ്പുരാനെ. ഒരു പാപം പോലും ഞങ്ങളുടെ ഖൽബിന്റെ അകത്ത് ഞങ്ങൾ വെച്ചേക്കില്ല റഹ്മാനെ. അങ്ങനെ പാപം വെച്ചുകൊണ്ട് മരണപ്പെട്ടു പോയാൽ വൈലുല്ലി മഹാസി മിന്നഹുൽ ഖുബൂർ, ചെയ്തുപോലെ പാപക്കറകളുമായിട്ടാണ് കബറിന്റെ അകത്ത് ചെല്ലുന്നതെങ്കിലല്ലോ
ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹയ്യത്തുൻ ഇൻദ റിജ്ലിഹി, ഒരു പാമ്പാമയ്യത്തിന്റെ കാലിന്റെ ഭാഗത്ത്, ഹയ്യത്തുൻ ഇൻദ റഅസിഹി, ഒരു പാമ്പാമയ്യത്തിന്റെ തലയുടെ ഭാഗത്ത്. ചെയ്തുപോയ പാപങ്ങൾ അല്ലാഹു പൊറുക്കപ്പെടുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയോ 6 അടി മണ്ണിന്റെ അകത്തളത്ത് നിന്റെ മയ്യത്തിറക്കി വെക്കുമ്പോ തലയുടെ ഭാഗത്ത് പാമ്പിങ്ങൾ ആ കബറിന്റെ അകത്തിരുന്ന് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെ നിന്നെ കൊത്തിവലിക്കോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു പാമ്പിനെ ആ കബറിന്റെ അകത്ത് കൊണ്ടുവരുന്നതാ. ഓ ഖബറിന്റെ അകത്ത് ഖിയാമത്ത് നാൾ വരെ നിന്നെ കൊത്തിവലിക്കാ. കാലിന്റെ ഭാഗത്ത് പടച്ചറമ്പുരാനൊരു പാമ്പിനെ പടയ്ക്കുന്നതാ. പാപം പൊറുക്കാതെ മരിക്കല്ലേ, പാപം പൊറുക്കാതെ മരിക്കല്ലേ. ഇപ്പോഴാണ് മരിക്കുന്നതെന്നറിയാത്ത ഉമ്മത്തെ, പാപം പൊറുക്കാതെ ലോകത്തിരുന്ന് വിട പറഞ്ഞു പോകല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖബറിന്റെ അകത്തിരുന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചാലോ? അല്ലാഹുവേ, വ്യഭിചാരത്തിന്റെ കണ്ണുകുടിയുടെ പലിശയുടെ ഉമ്മയെ ചവിട്ടിയതിന്റെ, നിസ്കരിക്കാത്തതിന്റെ, റമളാനിനെ പരിഗണിച്ചതിന്റെ, നോമ്പുകാരെ കുറ്റപ്പെടുത്തിയതിന്റെ, പരിശുദ്ധ റമളാനിന്റെ പകൽ സമയത്ത് അനാവശ്യമായി ഹറാമിയത്തുകൾ ചെയ്തുകൊണ്ട് ആത്മീയതയെ മുഴുവനും തകർത്തെറിഞ്ഞതിന്റെ മുഴുവൻ പരിണിത ഫലം അല്ലാഹുവിന്റെ കോടതിയിൽ അനുഭവിക്കുന്നതിന്റെ കണക്ക് ആരംഭ റസൂൽ ഇങ്ങനെ വിശദീകരിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ സങ്കടപ്പെടണ്ട. ചെയ്തുപോയ തെറ്റിന്റെ പർവ്വത സമാനമായ കണക്കൂട്ടലുകൾ മനസ്സിന്റെ അകത്തെടുത്തു വെച്ചിട്ട് തകർന്നു പോകണ്ട. നിങ്ങൾ പേടിച്ചു പോകണ്ട. അല്ലാഹു നിങ്ങൾക്ക് സന്തോഷത്തിന്റെ അവസ്ഥ പറഞ്ഞു തരുന്നുണ്ട്. കുല്ലുബിനു ആദമ ഖത്താ, എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്നവരാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലോകത്ത് വന്ന സർവ്വ മനുഷ്യരും തെറ്റ് ചെയ്യുന്നവരാണ്. നിങ്ങളും ഞങ്ങളും ഒക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. അല്ലാഹുവിന്റെ റസൂലല്ലേ പറയുന്നത്, പിന്നെ പേടിക്കുന്നതെന്തിനാ? കള്ളു കുടിച്ചു പോയവരെ, അറിയാതെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മനസ്സിനെ തള്ളിയിട്ട് പോയ, വ്യഭിചാരത്തിന്റെ അഴുക്കുചാലിൽ കിടന്ന് കൈകാലിട്ടടിക്കേണ്ടി വന്നു പോയവരെ, അറിയാതെ മൊബൈലിലേക്ക് കടന്നു വന്ന ഒരു മിസ്കോള് കൊണ്ട് പിന്നതൊരു വലിയ ബന്ധമായി, പിന്നെ ആ ബന്ധം തന്റെ യഥാർത്ഥ ബന്ധങ്ങൾക്ക് ബന്ധനം തീർത്തുകൊണ്ട് കടന്നു വന്ന നരകത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന വിഷസർപ്പം പോലെ കാമുകന്മാര് കൊത്തിവലിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തിന്റെ ഉടമയായി പോര മലബാറിന്റെ പ്രിയപ്പെട്ട പെണ്ണേ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പേടിക്കണ്ട, നീ പേടിക്കണ്ട. ലോകത്ത് വന്ന മനുഷ്യർ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്. പക്ഷേ വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ, തെറ്റുകാരിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. ആരെന്നറിയുമോ? തെറ്റുകാരിൽ അല്ലാഹുവിന്റെ പൊരുത്തമുള്ള ഒരു വിഭാഗമുണ്ട്. ആരെന്നറിയുമോ? തെറ്റുകാരിൽ അല്ലാഹുവിൽ ഏറ്റവും അധികം താല്പര്യമുള്ള ഒരു വിഭാഗമുണ്ട്. ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അവര് തൗബ ചെയ്യുന്നവരാണ്, അവര് തൗബ ചെയ്യുന്നവരാണ്. അവരെ മനസ്സ് വല്ലാതെ സങ്കടപ്പെട്ടു പോയതാണ്, അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ചെയ്തുപോയ റബ്ബേ, ചെയ്തുപോയല്ലോ, ഇത് ചെയ്യൂടെ പടച്ചവര് കിടന്നിട്ടുറക്കം വരുന്നില്ല. നമസ്കാരത്തിലൂടെ കണ്ണീരാണ്, സുജൂദിന് കണ്ണീരാണ്, ഖുർആൻ കയ്യിലെടുത്ത് വെക്കുമ്പോ കണ്ണീരാണ്, സ്വർഗത്തിന്റെ മജ്ലിസിന്റെ കസേരയിൽ വന്നിരുന്നിട്ട് പിന്നെ കണ്ണീരാണ്. അങ്ങനെ പാപക്കറ വിരണ്ടതിനെ കണ്ണീരിന്റെ പരിശുദ്ധി കൊണ്ട് കഴുകിവെടുപ്പാക്കിയവരെ, നിങ്ങളെ അല്ലാഹുവിനിഷ്ടമാ, നിങ്ങളെ പടച്ചവനിഷ്ടമാണ് എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ചുകൂടി ഒന്ന് ഏറ്റവും പുറകിൽ അല്പം കൂടെ ഒന്ന് ഫ്രണ്ടിലോട്ട് നീങ്ങിയിരുന്നു. അപ്പൊ ഈ സൈഡിൽ നിൽക്കുന്നവർക്ക് ആ പുറകിൽ അൽഹംദുലില്ലാഹ് ഇരിക്കാൻ പറ്റും. അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഏറ്റവും പുറകിൽ കുറച്ച് കസേര ഇട്ടാൽ അവിടെ ഇരിക്കാൻ സൗകര്യം ഉണ്ടാവും. ഈ സൈഡിൽ നിൽക്കുന്നവരങ്ങോട്ട് പൊയ്ക്കോളി ഇൻഷാ അല്ലാഹ്. നോമ്പായതുകൊണ്ട് നിങ്ങൾ നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ തോന്നുന്നില്ല, അപ്പൊ പെട്ടെന്ന് പ്രസംഗം നിർത്തും. പ്രാവശ്യം നമുക്ക് 3 ദിവസം ഉള്ളത് കൊണ്ട് അൽഹംദുലില്ലാഹ് കാര്യമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ള സമയമുണ്ട്. എല്ലാവരും വന്നിരുന്നോളി, കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ പാവങ്ങളും അല്ലാഹു പുറത്തു തരുന്നതിന് മുമ്പ് ഒരു മരണം അല്ലാഹു നമുക്ക് തരാതിരിക്കട്ടെ. അതാണ് നല്ല മരണം, എല്ലാ പാവങ്ങളും പുറക്കുന്ന ആ കൽബിന്റെ പ്രകാശം നമ്മുടെ മുഖത്ത് അല്ലാഹു തരുന്ന ഒരു മരണം. അതൊരു സന്തോഷകരമായ അവസ്ഥയാണ്. അതിങ്ങനെ പറഞ്ഞതുകൊണ്ടൊന്നും കിട്ടൂല, നമ്മളൊരു പരിശ്രമം അതിനെ നടത്തണം. അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് തരട്ടെ. നമുക്ക് അവസരം കിട്ടുമോ? നമുക്ക് അവസരം കിട്ടുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി.
ഷാഫി ഒരു കറച്ചിപ്പെട്ട പോലെ തന്നെ. നമുക്കതിനൊരു അവസരം കിട്ടുമോ? നമ്മൾ ചിന്തിച്ചു നോക്കി. അള്ളാഹു ഒരുപാട് ആളുകൾക്ക് അവസരം കൊടുത്തു. ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്തു പോയ ഒരു മനുഷ്യൻ ഒരു നന്മയും ചെയ്തിട്ടില്ല. അയാളുടെ ശരീരം തളർന്ന് വീട്ടിന്റെ അകത്ത് കിടപ്പായപ്പോ അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളും മക്കളും ഒക്കെ അദ്ദേഹത്തെ കാണാൻ വരുമ്പോ പ്രസംഗ സീഡികളും പുസ്തകങ്ങളും ഒക്കെ കൊണ്ട് കൊടുക്കുകയാണ്. അദ്ദേഹം അത് വായിച്ചുകൊണ്ട് അവിടെ കിടക്കുന്നു. പതിയെ പതിയെ നമസ്കാരം തുടങ്ങി. പള്ളിയിലെ ഖത്തീബ് അദ്ദേഹത്തെ കാണാൻ വരുമ്പോ ആ പ്രിയപ്പെട്ട സഹോദരൻ ഖൽബ് വേദനയോടുകൂടി അദ്ദേഹത്തെ ഉസ്താദിനോട് ചോദിക്കുകയാണ്, ഉസ്താദേ, എന്റെ പാവങ്ങൾ അല്ലാഹു പുറത്തു തരുമോ? ഉസ്താദ് തൗബയുടെ നിബന്ധനകൾ പറഞ്ഞു കൊടുക്കുന്നു. ആ പ്രിയപ്പെട്ട സഹോദരൻ ആ നിബന്ധനകൾ അനുസരിച്ച് തൗബ ചെയ്യുമ്പോ അദ്ദേഹത്തിന് മരിക്കുന്നതിന് മുമ്പ് പൂർണ്ണമായും അൽഹംദുലില്ലാഹ് തൗബ ചെയ്യാനുള്ള ഒരു അവസരം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുക്കുകയാണ്. എല്ലാവർക്കും അങ്ങനെ കൊടുക്കണമെന്നില്ല. സൈലന്റ് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നവരുണ്ട്. അറിയാതെ നമ്മളൊക്കെ പറയില്ലേ, സുബ്ഹാനല്ലാഹ്, അയാൾ മരിച്ചുപോയോ ഇത്ര പെട്ടെന്നോ? ഇന്നലെയും കണ്ടതാണല്ലോ, കഴിഞ്ഞ റമളാനിലൊക്കെ എന്ത് ആരോഗ്യത്തോടെ ഉണ്ടായിരുന്ന മനുഷ്യനാണല്ലോ എന്ന് നമ്മൾ പറഞ്ഞു പോകും. അങ്ങനെ ഒരു മരണമാണെങ്കിൽ തൗബയെക്കുറിച്ച് ചിന്തിക്കേണ്ട അവസരം നമുക്ക് കിട്ടൂല. ബഹുമാനപ്പെട്ട അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് മരണമാസന്നമായപ്പോൾ ബഹുമാനപ്പെട്ട അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാണ്. കമഴ്ന്ന് കിടന്നിട്ടാണ് കരയുന്നത് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു തന്റെ കണ്ണീരിന്റെ വലിപ്പം മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി കമഴ്ന്ന് കിടന്ന് കരയാണ്. അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അനുചരന്മാരിൽ ഒരാൾ വന്ന് ചോദിക്കുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തിനാ ഈ സമയത്ത് കരയുന്നത്? ബഹുമാനപ്പെട്ട അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ജീവിതത്തിലെ ആദ്യ കാലഘട്ടം ഞാൻ റസൂലുള്ളാഹിയുടെ ശത്രുവായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ ശത്രുവായിരുന്നു. ആരംഭ റസൂലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വാളും കൊണ്ട് ഞാൻ യുദ്ധത്തിനിറങ്ങിയിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, അന്നെന്റെ അല്ലാഹു മരിപ്പിച്ചില്ലല്ലോ. ഓർക്കണം, ആ സമയത്തെ ചിന്ത നമ്മൾ ഓർക്കണം. അന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെ മരിപ്പിച്ചില്ലല്ലോ. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നെങ്ങാനും ഞാൻ മരിച്ചുപോയിരുന്നെങ്കിൽ റസൂലുള്ളാഹിയുടെ ശത്രുവായിട്ട് ഞാൻ മരിക്കുമായിരുന്നല്ലോ. എന്റെ പരലോകം എനിക്ക് നഷ്ടപ്പെടുമായിരുന്നല്ലോ. അൽഹംദുലില്ലാഹ്, അന്ന് റബ്ബിന്റെ റൂഹ് പിടിക്കാൻ അസ്റായിലിനെ വിട്ടില്ല. അന്ന് ഞാൻ മരിക്കാത്തത് കൊണ്ട് എനിക്ക് സന്തോഷമാണ്. അനുചരൻ ചോദിക്കുന്നു, അങ്ങനാണെങ്കിൽ പിന്നെ എന്തിനാണിപ്പോ കരയുന്നത് തങ്ങളെ? അന്ന് മരിക്കാത്തതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ഇപ്പോഴെന്തിനാണ് പൊട്ടിക്കരയുന്നതെന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്ന, അതിനുശേഷം ഒരു നല്ല കാലഘട്ടമുണ്ടായിരുന്നു. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ നിഴല് പോലെ കൂടെ നടന്ന കാലഘട്ടമാണ്. ആരംഭ റസൂലിനോടൊത്ത് ഭക്ഷണം കഴിച്ച രാവും പകലുമുണ്ടായിരുന്നു. മുത്തുനബി തങ്ങൾ ഇമാമത്ത് നിൽക്കുമ്പോ പുറകിൽ നിന്നുകൊണ്ട് നമസ്കരിച്ചു പോയ മനോഹരമായ ജീവിതത്തിന്റെ ഏറ്റവും ബറക്കത്തുള്ള സമയമുണ്ടായിരുന്നു. അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അന്ന് ഞാൻ മരിച്ചില്ലല്ലോ, അന്ന് ഞാൻ മരണപ്പെട്ടു പോയില്ലല്ലോ. അന്ന് ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഞാൻ എത്ര ഭാഗ്യവാനാകുമായിരുന്നു. എന്റെ മയ്യത്ത് നമസ്കാരത്തിന് എന്റെ മുത്ത് റസൂലിന് നേതൃത്വം കൊടുക്കുമായിരുന്നല്ലോ. എന്നെ കബറടക്കിയാൽ അല്ലാഹുവിന്റെ റസൂൽ എന്റെ കബറിന്റെ അടുത്ത് വന്ന് ദുആ ചെയ്യുമായിരുന്നല്ലോ. എന്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്ന് മുത്ത് റസൂൽ പടച്ച റബ്ബിനോട് പറയുമായിരുന്നല്ലോ. അന്ന് ഞാൻ മരിച്ചില്ലല്ലോ, അന്ന് ഞാൻ മരിച്ചില്ലല്ലോ. ഇപ്പോഴല്ലേ ഞാൻ മരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് പോയി, പല സഹാബികളും പോയി. ഇപ്പോ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്കൊരുപാട് സമ്പത്തുണ്ടായി, ഇപ്പൊ എനിക്കൊരുപാട് ആനന്ദമുണ്ടായി. ഇനി ഞാൻ മരിക്കുമ്പോ രണ്ടാമത്തെ ഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ബറക്കത്തും എന്റെ ജീവിതത്തിൽ എനിക്ക് കാണാനില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ആശങ്കയാണെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നു. എന്റെ പ്രിയമുള്ളവരെ, പറയാൻ കഴിയില്ല, പെങ്ങളെ, പറയാൻ കഴിയില്ല. 2 ദിവസം മുമ്പല്ലേ ഒരു പ്രിയപ്പെട്ട ഉമ്മ പ്രതീക്ഷിക്കാറ് തന്റെ പൊന്നുമോന്റെ ചവിട്ടേറ്റുകൊണ്ട് ഉമ്മ തൃശൂർ ജില്ലയുടെ വാടാനപ്പള്ളിയിൽ പൊന്നുമോന്റെ മുമ്പ് കിടന്ന് പിടഞ്ഞു മരിച്ചത്. അല്ലാഹുവേ, പറയാനേക്ക് കഴിയില്ല. ഉമ്മ എന്ന് 10 പ്രാവശ്യം എന്റെ മുമ്പ് ഒരു ഉസ്താദ് എന്ന് പറഞ്ഞാ പൊട്ടിക്കരയുന്ന ലോല മനസ്സിന്റെ ഉടമയായ ഒരു പാവപ്പെട്ടവനാണ് നൗഷാദ് വാക്കവി.
ഉമ്മയെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന, ഉമ്മയെ വല്ലാതെ സ്നേഹിക്കുന്ന ആ ഉമ്മച്ചിയെ കൊണ്ട് പരിശുദ്ധ മക്കത്ത് പോയപ്പോ സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞ മണിക്കൂറുകളോളം കഅബാലയത്തിന്റെ മുമ്പത്ത് കിടന്ന് നിലവിളിച്ചു പോയ പാവപ്പെട്ടവന് ഉമ്മ എന്ന വാക്കിന്റെ മഹത്വം അറിയാൻ പ്രിയപ്പെട്ടവരെ. പക്ഷേ ഞെട്ടിപ്പോയി ഞാൻ. പരിശുദ്ധ റമളാൻ മാസത്തില് ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ പൊന്നുമോൻ കള്ളും കുടിച്ചുകൊണ്ട് വരുമ്പോ അല്ലാഹുവിനേക്കാൾ മോനെ സ്നേഹിച്ച ഉമ്മ, അല്ലാഹുവിനേക്കാൾ മകനെ സ്നേഹിച്ച ഉമ്മ. കാഫിരീങ്ങൾക്ക് പോലും റമളാൻ മാസത്തിൽ ഭക്ഷണം കൊടുക്കാൻ പാടില്ല പകൽ സമയത്ത്. എങ്കിലും തന്റെ പൊന്നുമോനല്ലേ, താൻ പ്രസവിച്ചവളല്ലേ, താൻ വളർത്തിയവനല്ലേ, തന്നോട് നന്ദികേട് കാണിച്ചാലും തന്നെ കുറ്റപ്പെടുത്തിയാലും അല്ലാഹു വെറുത്താ പോലും എന്റെ പൊന്നുപോലെ പട്ടിണി കിടക്കുന്നത് സഹിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഭക്ഷണം റമളാൻ മാസത്തിന്റെ പകൽ സമയത്ത് ഭക്ഷണം വിളമ്പി പ്രിയപ്പെട്ട പൊന്നുമോന്റെ മുമ്പ് കൊണ്ടുവെക്കുന്നു. ആ ഭക്ഷണത്തിന് രുചി പോരാന്ന് പറഞ്ഞിട്ടല്ലേ 5 ദിവസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ ജില്ലയുടെ വാടാനപ്പള്ളിയിൽ വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോ റബ്ബേ തന്റെ വേദനയോടെ പ്രസവിച്ചതുമായ റമളാൻ മാസത്തിന്റെ നരകവേദനത്തിന്റെ 10 തുടങ്ങുന്നതിന്റെ സമയത്ത് കൊന്നുകളഞ്ഞില്ലേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കൊന്നുകളഞ്ഞില്ലേ? ആ ഉമ്മ നോമ്പുകാരിയായി പൊന്നുമോന് ചോറ് വെച്ചുകൊടുത്ത് തലയിൽ തട്ടമിട്ട് പൊന്നാര പൊന്നുമോനോടുള്ള മഹത്വത്ത് കൊണ്ടുവന്നപ്പോ എന്റെ ഉമ്മ ഈ ലോകത്താ ഞാനും നിങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്നത്. മക്കൾക്ക് സ്നേഹിക്കാനറിയില്ല, കുടുംബക്കാർക്ക് സ്നേഹിക്കാനറിയില്ല, ബന്ധുക്കൾക്ക് സ്നേഹിക്കാനറിയില്ല. മുഴുവനും ഒരു പണത്തിന്റെ ഗന്ധത്തിന്റെ പിന്നിൽ അഭിനയിക്കുന്ന നാടകം പോലെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ എപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. ചെയ്തുപോലെ സർവപാപങ്ങളും സിട്ടാവാതെ പടച്ചവനോട് എണ്ണി പറഞ്ഞ് തൗബ ചെയ്ത് അല്ലാഹുവിന്റെ അടുത്ത് നല്ല ഒരു മരണത്തിന് വേണ്ടി കൊതിച്ചോ. വലോ തമൂത്തുന്ന ഇല്ല വഅന്തും മുസ്ലിമൂൻ. അല്ലാഹു മുസ്ലിമായി മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് തരട്ടെ. അല്ലാഹുവിന്റെ കോടതിയിൽ നിന്നുകൊണ്ട് തെറ്റ് ചെയ്തവരും തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്തവരും ഒക്കെ അദാബുകൾ ഇങ്ങനെ കാണുകയാണ്. മലക്കുകൾ പറയുന്നു ഇതാണ് വ്യഭിചാരിയുടെ അദാബ്. ആ സമയത്ത് വ്യഭിചരിച്ചവരിങ്ങനെ നിലവിളിക്കുന്നു, അല്ലോ എനിക്കിപ്പോ ഈ അദാബ് കിട്ടുമല്ലോ. കൂട്ടുകാര് പറഞ്ഞപ്പോ ഞാൻ ശ്രദ്ധിച്ചില്ല, ഉസ്താദുമാര് പറഞ്ഞപ്പോ ശ്രദ്ധിച്ചില്ല, ഈ അദാബ് എനിക്കിപ്പോ കിട്ടുമല്ലോ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് പേടിക്കുകയാണ്. പിന്നെ മലക്കുകൾ പറയുന്നു അവിടെയാണ് കള്ളുകുടിയന്മാരുടെ അദാബ്. കള്ളുകുടിച്ചവരെ, ഹറാമ് തിന്ന് ജീവിച്ചവരെ, തൊണ്ട വെന്തിരുകിപ്പോകുന്ന നരകത്തിന്റെ പാനീയം തൊണ്ടയിലെ കുടിച്ച് നിലവിളിക്കുന്ന അവസ്ഥ വരുമ്പോ റബ്ബേ ആ പാപക്കറകൾ പുരണ്ടുപോയവരിങ്ങനെ പൊട്ടിക്കരയുമ്പോ ഒരാൾ വന്ന മലക്കുകളോട് പറയുകയാണ്, എനിക്കെന്തേ ഒരു അദാബും അല്ലാഹു തരാത്തത്? ഞാൻ ഒരുപാട് വ്യഭിചരിച്ചവനാണ്, കല്ലുകുടിച്ചവനാണ്, ഹറാമ് തിന്നവനാണ്, എനിക്കൊരു അദാബും ഇതുവരെ അല്ലാഹു തന്നില്ലല്ലോ. ആ സമയത്ത് മലക്കുകൾ പറയുകയാണ്, നിന്റെ തെറ്റുകളൊക്കെ അല്ലാഹു നന്മയാക്കി മാറ്റിയിരിക്കുകയാണ്. അയാൾ പൊട്ടിക്കരഞ്ഞിട്ട് പറയുന്നു, റബ്ബേ ഞാൻ ചെയ്തു പോയ പാപങ്ങൾ എങ്ങനെയാണ് നന്മയാകുന്നതല്ലോ, ഞാൻ ചെയ്തു പോയ തെറ്റുകൾ എങ്ങനെയാണ് നന്മയായി പരിവർത്തിക്കുന്നതല്ലോ. അവിടെയാണ് പ്രിയമുള്ളവരെ സ്നേഹമുള്ള അല്ലാഹുവിന്റെ സമീപനം. എത്ര തെറ്റ് ചെയ്ത വിക്കാരിക്കും പുറത്തു കൊടുക്കുന്ന പടച്ചവന്റെ മനസ്സിന്റെ ഒരവസ്ഥയറിയാ. മനസ്സ് വെക്കണേ പെങ്ങളെ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇല്ല തഅബ വആമന വഅമില സാലിഹാ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വ്യഭിചരിച്ച് കള്ളുകുടിച്ച് മോശത്തരം ചെയ്ത് അവസാനം ഒരു റമളാനിന്റെ പ്രഭാഷണത്തിലൂടെ, ഒരു റമളാൻ പ്രസംഗത്തിലൂടെ കസേരയിൽ നിന്ന് ഉരുകിപ്പോയ മനുഷ്യരെ അവര് തൗബ ചെയ്യുകയാ. വീട്ടിൽ പോയിട്ട് അവൾക്ക് ഉറക്കം വരുന്നില്ല. അവളതാ വിരിപ്പെടുത്ത് കിടന്നിട്ട് വിരിപ്പിന്റെ മുകളിൽ കിടന്നിട്ട് ഉറക്കം വരാതെ
അറിയാതെ എഴുന്നേറ്റിരിക്കുകയാ, മുസല്ലയിൽ ചെന്നിരിക്കുകയാ, എന്നിട്ട് രണ്ട് കൈ ഇങ്ങനെ ഉയർത്തി വെച്ചിട്ട് പൊട്ടിക്കരയുന്നുവല്ലോ, എന്റെ പാപം എനിക്ക് പുറത്തു തരണേ അല്ലാ എന്ന് പറഞ്ഞ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ചെയ്തു പോയ പാപത്തെ ദുനിയാവിൽ വെച്ച് ആരും അറിയാറ്, ഉമ്മ കാണണ്ട, വാപ്പ കാണണ്ട, മക്കൾ കാണണ്ട, ആകാശത്തിന്റെ ഉടമയായ അല്ലോ, പ്രപഞ്ചത്തിന്റെ ഉടമയായ അല്ലോ, നിന്റെ ഉമ്മയുടെ ഉദരത്തിനകത്ത് ഒരു ജീവിതത്തിന്റെ ഏറ്റവും വലിയ അത്ഭുത സിദ്ധിയായി ഉമ്മയുടെ ഗർഭാശയത്തിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് നിന്നെ കൊണ്ടുവന്ന അല്ലോ, ആ റബ്ബിനോട് മാത്രം നിനക്കൊന്ന് പറഞ്ഞോട്. നിനക്ക് ആരോഗ്യം തന്നില്ലേ, നിനക്ക് ആഫിയത്ത് തന്നില്ലേ, നിനക്ക് സംരക്ഷണം തന്നില്ലേ, നിനക്ക് ഭക്ഷണം തന്നില്ലേ, നിനക്ക് സന്തോഷം തന്നില്ലേ, ആ പടച്ചവനോട് മാത്രം നിനക്ക് പറഞ്ഞോട്. ഇനി ചെയ്യൂല അല്ലാ എന്ന് പറഞ്ഞ് അവനോട് മാത്രം എണ്ണി എണ്ണി പാപങ്ങൾ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞവന് നിന്റെ പാപങ്ങൾക്ക് പകരമല്ലാതെ തരുന്നത് പ്രതിഫലമാണ്, ശിക്ഷയല്ല. ഉലൈക യുബത്തിലുല്ലാഹു സയ്യാത്തിഹിം ഹസനാ, അവര് ചെയ്തുപോയ തെറ്റുകളെ അല്ലാഹു നന്മയാക്കി മാറ്റുകയാണ്. എത്ര സ്നേഹമാണ് റബ്ബ് നിങ്ങളോട് ചെയ്തത്. എന്നിട്ട് ഞാൻ തൗബ ചെയ്യൂല എന്ന് പറഞ്ഞ് ധിക്കാരത്തോടെ നടക്കുന്നവരെ, എന്നിട്ടും ഞാൻ ദുആ ചെയ്യൂലെന്ന് പറഞ്ഞ് അഹംഭാവത്തോടെ നടക്കുന്ന ഉമ്മമാരെ, ചെറുപ്പക്കാര്, അവിടെയാണ് അല്ലാഹുവിന്റെ അരാബ് നിങ്ങളെ പേടിയെത്തുന്നത്. ഒരു പേടിയും നമുക്കില്ലല്ലോ, തെറ്റുകളുടെ വലിപ്പം നമ്മൾ അറിയുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന യഥാർത്ഥ ഒരു വിശ്വാസിയുടെ ഉദാഹരണം മുത്ത് റസൂല് പറയുന്നു, അൽ മുഅ്മിനു യറാ വിനോദഹു, ഒരു വിശ്വാസി തൻ ചെയ്തുപോയ തെറ്റിനെ കാണുന്നത് പർവ്വതം ഇടിഞ്ഞവന്റെ മുകളിലേക്ക് വീടുന്നത് പോലെയാണ്. യഖാഫൂന അയ്യഖാ അലൈഹി, യഥാർത്ഥ ഒരു വിശ്വാസി താൻ ചെയ്യുന്ന തെറ്റിനെ കാണുന്നത് വലിയ പർവ്വതം ഇടിഞ്ഞവന്റെ മുകളിൽ വീടുന്നത് പോലെയാണ്. യഥാർത്ഥ വിശ്വാസി. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന തെറ്റിന് അങ്ങനെ ഒരു പേടി നിങ്ങൾക്കുണ്ടോ? വാട്സപ്പിൽ വരുന്ന ഒരു മോശമായ ഒരു സെക്സിന്റെ ഒരു ക്ലിപ്പ് തന്റെ കൂട്ടുകാരന് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഹറാമ് 10ആയും 10 100ആയും വളരുന്നു. അവന് അതിനെക്കുറിച്ചൊരു പേടിയോ ഒരു ഭയപ്പാടോ ഇല്ല. ഒരു കല്യാണം മുടക്കുമ്പോ, ഒരാളെക്കുറിച്ച് ഫസാദും ഈബത്തും പറയുമ്പോ, ഹറാമ് തിന്നുമ്പോ, പലിശ രാജാക്കന്മാര് കുംഭകർണന്മാരായി കുംഭതടവി രാജകുമാരന്മാരെ പോലെ മണ്ണാർക്കാടൂടെ തിന്നു കൊഴുത്ത് ഉരുണ്ട് ചമഞ്ഞ് നടക്കുമ്പോ ഒരു ഭയം അവരുടെ മനസ്സിന്റെ അകത്ത് വരുന്നുണ്ടോ? ഇല്ല. അവരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് അൽ ഫാജിറു ഇന്നൽ ഫാജിറ, തെറ്റുകാരൻ, മോശക്കാരൻ, വൃത്തികെട്ടവൻ, യറാ ദുനൂബഹു മിസ്ലു ഉബാബ്, അവന്റെ തെറ്റിനെ കാണുന്നത് മൂക്കിന്റെ മുമ്പിലൂടെ പറന്നു പോകുന്ന ഈച്ചയെ പോലെയാണ് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര അർത്ഥവത്തായ വാക്കാണ്, ശരിയല്ലേ? ഈ രണ്ടാമത് പറഞ്ഞ രീതിയിലാണ് നിങ്ങളുടെ തെറ്റുകളെ നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമായി എന്നതാണ് അർത്ഥം. ഒരു ഗൗരവവും നമുക്കില്ലല്ലോ, ഒരു കാര്യവും നമുക്കറിയില്ലല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ തെറ്റിനെ ഈ രണ്ടാമത് പറഞ്ഞതുപോലെ മൂക്കിന്റെ തുമ്പത്ത് പറന്നു പോകുന്ന ഈച്ചയെ പോലെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ ഒരുപാട് ഖേദിക്കേണ്ടി വരും. നൂഹ് നബി അലൈഹിസ്സലാം ചെയ്തു പോയ ചെറിയ ഒരു തെറ്റ് ചെയ്തില്ല, അതൊരു തെറ്റായി നൂഹ് നബിക്ക് തോന്നിയപ്പോ 300 വർഷമാണത്രേ നൂഹ് നബി അലൈഹിസ്സലാം കരഞ്ഞത്. ഏത് തെറ്റാ ചെയ്തത്? ജലപ്രളയമുണ്ടായപ്പോ ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലാഹു നൂഹ് നബി അലൈഹിസ്സലാമിനോട് കപ്പലുണ്ടാക്കാൻ പറഞ്ഞു. നൂഹ് നബി അലൈഹിസ്സലാം കപ്പലുണ്ടാക്കി വിശ്വാസികളെ അതിനകത്ത് കയറ്റി രക്ഷപ്പെടാൻ നൂഹ് നബിയോട് പറയുമ്പോ ആ കപ്പൽ കൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാം സന്തോഷത്തോടെ തീരത്തേക്ക് ഇങ്ങനെ അതിന്റെ മുകൾ ഭാഗത്തോടെ യാത്ര ചെയ്യുമ്പോ തന്റെ പൊന്നുമോനതാ ആ സമുദ്രത്തിന്റെ അകത്ത് ജലപ്രളയത്തിനകത്ത് കിടന്ന് കൈകാലിട്ടടിക്കുകയാണ്. അത് കണ്ടപ്പോ മനസ്സലിഞ്ഞുപോയി, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സലിഞ്ഞുപോയി. ആ നൂഹ് നബി അലൈഹിസ്സലാം പറയുകയാണ്, പൊന്നുമോനെ കപ്പലിലേക്ക് കയറിക്കോ, പൊന്നുമോനെ കപ്പലിലേക്ക് കയറിക്കോ, നീ വിശ്വാസിയല്ലെന്ന് എനിക്കറിയാ, അള്ളാഹുവിനോട് നിന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊള്ളാം, പക്ഷേ വെള്ളത്തിനടിയിലേക്ക് താഴെ പോകുന്നത് കാണുമ്പോ ഈ വാപ്പിച്ചാന് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരേ ഒരു തെറ്റ് മാത്രമാണ്. അതൊരു തെറ്റ് തന്നെയല്ല എങ്കിൽ പോലും അങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോ നൂഹ് നബിയേ നിങ്ങൾ അങ്ങനെ പറയരുതായിരുന്നു എന്ന് അള്ളാഹു പറഞ്ഞപ്പോ അതിന് പകരമായിട്ട് പൊട്ടിക്കലന്നത് എത്ര വർഷമെന്നറിയോ? 300 വർഷമാണ് ഉമ്മത്തേ.
300 വർഷമാണ് പിന്നീട് നൂഹ് നബി അലൈഹിസ്സലാം പൊട്ടിക്കരഞ്ഞത്. ആ കണ്ണീരിന്റെ അവസ്ഥയെക്കുറിച്ച് പണ്ഡിതന്മാര് പറയുന്ന ഹത്താ സോറത്തഹത്ത ഐനൈഹി മിസ്ൽ ജദാവില മിനൽ ബുക്കാ, കരഞ്ഞ് കരഞ്ഞ് കണ്ണിന്റെ താഴ്ഭാഗത്ത് ഏറ്റവും വലിയ അടയാളങ്ങൾ തെളിഞ്ഞു വന്നു പോയത്രേ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 300 വർഷം കരഞ്ഞുപോയത് വിശ്വാസികളെ കയറ്റാനുള്ള കപ്പലിന്റെ അകത്ത് തന്റെ പൊന്നുമോനെ കൂടി കയറ്റട്ടെ റബ്ബേ എന്ന് ചോദിച്ച് എന്ന് ചിന്തിച്ചു പോയതിന്റെ പേരിലാണെങ്കിൽ വീട്ടിന്റെ അകത്തിരിക്കുന്ന ഖുർആനൊന്ന് തൊടാൻ നേരമില്ലാത്ത ചെറുപ്പക്കാരാ, വേദനയോടെ പ്രസവിച്ച ഉമ്മായെ കഴുതയെന്ന് വിളിച്ച് പൂട്ടിട്ട് ചവിട്ടിയിട്ട് കിളവിയെന്ന് പറഞ്ഞ് അടുക്കളയുടെ പിന്നാമ്പുറത്ത് വലിച്ചെറിയുന്ന ചെറുപ്പക്കാരാ, അല്ലാന്റെ പള്ളിക്കകത്ത് തറാവീഹ് നമസ്കാരം നടക്കുമ്പോ ആ പള്ളിയുടെ മുമ്പിൽ നിന്ന് സിഗരറ്റ് വലിച്ച് പുറൂരി വിട്ടുകൊണ്ട് പടച്ചവനെ വെല്ലുവിളിക്കുന്ന ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ, RCCയിൽ ക്യാൻസർ രോഗികൾ പോലും വേദന സഹിച്ച് തറാവീഹ് നമസ്കരിക്കുമ്പോ എന്തുകൊണ്ടാ? ഇനി ഒരു റമളാൻ നമുക്ക് കിട്ടുമോ എന്നറിയില്ല. ഇന്നിവിടുത്തെ പ്രഭാഷണം കഴിഞ്ഞ് അസലമെന്ന് പറയുന്ന പൊന്നുമോന്റെ വീട്ടിൽ നിന്ന് പോണമെന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട മണ്ണാർക്കാത്ത ഉമ്മമാര് മറന്നിട്ടുണ്ടാവൂലല്ലോ ക്യാൻസർ എന്ന രോഗം പിടിപെട്ടുപോയ പൊന്നുമോ. എത്ര മാസം കൊണ്ട് നൗഷാദുബാക്കിൽ സ്വർഗത്തിന്റെ വേദിയിൽ ദുആ ചെയ്യുകയാ. അവസാനം ആ രോഗമാ പൊന്നുമോനെ കീഴടക്കിയപ്പോ എന്റെ പൊന്നുമോനെ ഞാൻ വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞു ആ പൊന്നുമോനെ നെഞ്ചോട് ചേർത്ത് വെച്ചു പോയിട്ട് അവസാനം റമളാൻ 17 അസലമെന്ന പൊന്നുമോന് അസ്റായില് കൊണ്ടുപോയല്ലോ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെ റമളാനാണോ എന്ന് പറയാൻ കഴിയില്ല. ഇത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെ മജ്‌ലിസാണോ എന്ന് പറയാൻ കഴിയില്ല. മുഴങ്ങത്തെ മാറ്റത്തിന്റെ മാറ്റലുകൾ ഈ മനോഹരമായ പന്തലിന്റെ അകത്തിരുന്ന് പൂത്തിരികൾ പോലെ ലൈലത്തുൽ ഖദർ അവിടെ നിന്നിങ്ങോട്ട് വരുമ്പോ തൗബയുടെ പ്രകാശം ഇവിടെ നിന്നങ്ങോട്ട് ഉയരട്ടെ. എന്നിട്ട് നമ്മളെ കൽബ് പ്രകാശിക്കട്ടെ. ഏറ്റവും നല്ല ജീവിതത്തിന്റെ ഉടമയായി നമ്മളങ്ങ് മാറട്ടെ. നിങ്ങളിപ്പോ പരിശ്രമിച്ചാൽ നിങ്ങൾക്കതിന് കഴിയുന്നതാ. ഈ അവസരം നശിപ്പിക്കല്ലേ, ഈ അവസരം നിങ്ങൾ പാഴാക്കല്ലേ. നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങൾക്കതിന് കഴിയുന്നതാ. 300 വർഷം കരഞ്ഞില്ലേ നൂഹ് നബി അലൈഹിസ്സലാം. ചെയ്തു പോയത് വലിയ അപമാനങ്ങളല്ല, അപരാധങ്ങളല്ല, ഒരു ചെറിയ ആർക്കും സംഭവിച്ചു പോകുന്ന ചെറിയ ഒരു ചിന്തയാ. പക്ഷെ അതിന് പകരം പോലും 300 കൊല്ലം കരഞ്ഞു പോയെങ്കിൽ നമ്മളൊക്കെ എത്ര കരയണം പെണ്ണേ, എത്ര കരയണം ചെറുപ്പക്കാരോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രായം ഒരുപാട് അധികരിക്കാത്ത കാര്യത്തിന്റെ കരുത്തുണ്ടെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, പ്രേമം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയപ്പോ മദീനയുടെ നായകരോടുള്ള പ്രേമം മറന്നുപോയ ചെറുപ്പക്കാരാ, മരണവേദന അനുഭവിച്ച് നിന്നെ പ്രസവിച്ച ഉമ്മയോടുള്ള സ്നേഹം മറന്നുപോയ ചെറുപ്പക്കാരാ, കൂടപ്പുറപ്പുകളോടും ഉസ്താദുമാരോടുമുള്ള സ്നേഹം മറന്ന് സിനിമ കാണൽ അവസാനിപ്പിച്ചിരുന്ന ചെറുപ്പക്കാർ വീണ്ടും പ്രേമമെന്ന് പറയുന്ന സിനിമയിലൂടെ വീണ്ടും ഒരു പുതിയ സിനിമാ ലോകത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി മനസ്സ് കാണിക്കുമ്പോ എന്റെ ചെറുപ്പക്കാരാ, ഒരിക്കലും നിന്നെ നന്നാവാ പിശാച് സമ്മതിക്കൂല. ലോകത്ത് ഏറ്റവും അധികം നിന്റെ ഇഷ്ടവും നിന്റെ മഹബത്ത് അന്യ സ്ത്രീകൾക്ക് വിളമ്പിക്കൊടുക്കുന്ന മ്ലേച്ഛതയിലേക്ക് നിന്നവസാനം കൊണ്ടുവന്നിട്ട് നരകത്തിന്റെ അടുപ്പത്തിൽ വലിച്ചെറിയാ കാത്തിരിക്കുന്ന പിശാചിന്റെ പിന്നാലെ വാലാട്ടി നടക്കുന്ന തേ പിടിച്ച നായകളെ ഈ സമുദായത്തിന്റെ മക്കളെ പരിച്ചുപോയോ. എന്റെ പ്രിയപ്പെട്ടവരെ, 20 അല്ല 200 അല്ല 2000 ആശുപത്രികൾ വന്നാലും നമുക്ക് നേട്ടമുണ്ടാവൂല. എന്റെ ചെറുപ്പക്കാരോ, നിങ്ങളെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കെന്തെന്നറിയോ? മാമിൻ ഷൈഇൻ അഹബ്ബു ഇലല്ലാഹി അസ്സ വജല്ല. ഈ സദസ്സിൽ വന്നിരിക്കുന്നവരിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാരെന്നറിയുമോ? അള്ളാന്റെ പള്ളിയിൽ തറാവീഹിന് വരുന്നവരിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാരെന്നറിയുമോ? മുത്ത് റസൂൽ പറയുന്നു, ശാബിൻ തായിബ്, തൗബ ചെയ്യുന്ന ചെറുപ്പക്കാരനാണ്. എന്റെ പാപം പൊറുക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞ
എന്ന് കരയുന്ന ചെറുപ്പക്കാരനാണ് ഈ ലോകത്ത് അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവനെന്ന് പറയുമ്പോ ആ സ്ഥാനം വേണ്ടെന്ന് പറഞ്ഞ് പ്രേമത്തിന്റെ പിന്നാലെ പോകുന്നവന്, ആ സ്ഥാനം വേണ്ടെന്ന് പറഞ്ഞ് കള്ളുകുപ്പിയുടെ പിന്നാലെ പോകുന്നവന്, ആ സ്ഥാനം വേണ്ടെന്ന് പറഞ്ഞ് കാമത്തിന്റെ പിന്നാലെ പോകുന്നവന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞടാ, നിന്നെ അല്ലാഹു ഇഷ്ടപ്പെടാൻ പോവുകയാ. നിന്റെ ഖൽബൊന്ന് വേദനയോടെ പടച്ചവനിലേക്ക് തുറന്നിട്ട് എന്റെ പാപം പൊറുക്കണേ അല്ലാ, ഇനി ഒരു തെറ്റും ഞാൻ ചെയ്യൂല റബ്ബേ എന്ന് പറഞ്ഞാൽ എന്റെ ചെറുപ്പക്കാരാ, നിങ്ങളെയാണ് അല്ലാഹുവിന് ഏറ്റവും വലിയ ഇഷ്ടമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാ. ഒരു ഗൗരവമുള്ള ചരിത്രമാണ്, ചെറിയൊരു സംഭവമാണ്, പഠിച്ചോ. അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിന് പറയുന്നു, ബനി ഇസ്രായേലിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനൊരു നന്മയും ചെയ്തിരുന്നില്ല. ലം യഅമൽ ഹസനൻ ഖത്തു, ഒരു നന്മയും ആ മനുഷ്യൻ ചെയ്തിരുന്നില്ല. അവസാനം ചെയ്തു കൂട്ടിയ തിന്മകളൊക്കെ ഒരു ശാപമായി ആ മനുഷ്യനെ കടിച്ചു കീറുന്ന ക്രൂരതയുള്ള മുഖഭാവത്തോടെ കടന്നു വരുമ്പോ ആ സഹോദരൻ ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ പോവുകയാ. ഒരു നന്മ പോലും ചെയ്തിട്ടില്ല. പക്ഷെ അവസാന സമയത്ത് അയാൾ കിടന്ന് പൊട്ടിക്കരയുകയാ. തന്റെ മക്കളോട്, കുടുംബത്തിനോട് അയാൾ പറയുകയാ, ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ ശരീരത്തെ നിങ്ങൾ വിറക് കൂട്ടിയിട്ട് കത്തിക്കണം കേട്ടോ. മക്കൾ ഞെട്ടിപ്പോവുകയാണ്, മക്കളൊക്കെ കരഞ്ഞു പോവുകയാണ്. എന്താണ് ഉപ്പാ നിങ്ങൾ പറയുന്നത്? അതേ മക്കളെ, ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ ശരീരത്തെ വിറക് കൂട്ടിവെച്ചിട്ട് നിങ്ങളൊന്ന് കത്തിക്കണം കേട്ടോ. ആ ശരീരത്തിന്റെ ഓരോ പാർട്സുകളും എടുത്ത് കത്തിച്ച് ചാരമാക്കണം മക്കളെ. എന്നിട്ട് ആ ചാരം കൊണ്ടുവന്ന് കടലിലേക്ക് നിങ്ങൾ ഒഴുക്കിവിടണേ മക്കളെ. അല്ലാഹുവിന്റെ റസൂല് ഈ സംഭവം സഹാബത്തിനോട് പറയുമ്പോ സഹാബികൾ അത്ഭുതത്തോടെ കേട്ടിരിക്കുകയാണ്. മരിച്ചതിന് ശേഷം തന്റെ ശരീരത്തെ കത്തിച്ചു കളയാ പറയുന്ന മനുഷ്യൻ. അല്ലാഹുവേ, സഹാബികൾ ചോദിക്കുന്നു, നബിയെ എന്നിട്ട് മക്കൾ എങ്ങനെ ചെയ്തോ നബിയെ? എന്നിട്ട് മക്കൾ എങ്ങനെ ചെയ്തോ റസൂല്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ചെയ്തു പോയി. എന്നിട്ട് ആ മക്കൾ എങ്ങനെ ചെയ്തു പോയി? ആ സഹോദരൻ മരണപ്പെടുമ്പോ വാപ്പാടെ മയ്യത്ത് കൊണ്ടുവന്ന് വിറക് കൂട്ടിവെച്ചിട്ട് മക്കള് കത്തിച്ചു അത്രേ. ആ വിറകിന്റെ അകത്ത് വാപ്പാടെ ശരീരം കിടന്ന് കത്തിയമരുമ്പോ ആ മക്കൾക്ക് സങ്കടമുണ്ടായിരുന്നു. പക്ഷേ വാപ്പാന്റെ വസിയത്തല്ലേ, വാപ്പ പറഞ്ഞത് പ്രകാരം ചെയ്തതല്ലേ. വാപ്പാടെ ശരീരം അങ്ങോട്ട് കത്തിക്കരഞ്ഞിട്ടതിന്റെ ചാരമെടുത്ത് കടലിൽ കൊണ്ടുവന്നൊടുക്കി. മുത്തു റസൂല് സഹാബത്തിനോട് പറയുകയാണ്, നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഈ മനുഷ്യനെ കൊണ്ടുവരുമ്പോ അല്ലാഹു ആ മനുഷ്യനോട് ചോദിക്കുമത്രേ, എന്തിനാണ് നീ നിന്റെ മക്കളോട് അങ്ങനെ പറഞ്ഞത്? എന്തിനാണ് നിന്റെ മക്കളോട് നിന്റെ ശരീരത്തെ കരിച്ചു കളയാൻ നീ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ ആ സഹോദരൻ പറയും, ലി ഖശിയതിക യാ അല്ലാഹ്, നിന്നെ പേടിച്ചതുകൊണ്ടാണ് പടച്ചവന്. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് കണക്കില്ല അല്ലാ. എന്റെ ജീവിതം തെറ്റുകൾക്ക്, തെമ്മാടിത്തരങ്ങൾക്ക്, സുഖങ്ങൾക്ക് പാത്രമായിരുന്നു പടച്ചവന്. എനിക്ക് ഉറപ്പായിരുന്നു അല്ലാ, ഞാനങ്ങ് മരിച്ചു കബറിന്റെ അകത്ത് വന്നാൽ എന്റെ കബറിന്റെ അകത്ത് എന്നെ കൊണ്ട് വെക്കേണ്ട താമസം തന്നെ റബ്ബേ, നിന്റെ നരകത്തിന്റെ അദാബുകൾ എന്നെ വിഴുങ്ങുമെന്ന് എനിക്കറിയാം പടച്ചവനെ, എന്നെ നശിപ്പിക്കുമെന്ന് എനിക്കറിയാം തമ്പുരാന്. അതുകൊണ്ട് അതിനു മുമ്പേ എന്റെ ശരീരത്തെ കരിച്ചു കളയാ, നിന്റെ അദാബിനെ പേടിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറയുമ്പോ മുത്തുനിബിതങ്ങൾ പറയുന്നു, അല്ലാഹുവിനെ ഭയന്നോ എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആ മനുഷ്യന്റെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെയ്തുപോയ തെറ്റുകൾ മുഴുവനും അല്ലാഹുവിനെ ഭയന്നിട്ട് പടച്ചവനെ നിന്നെ ഭയന്നിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് സ്നേഹമുള്ള അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, പരമാധികാരിയായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ് ആ മനുഷ്യന് പുറത്തു കൊടുക്കുമെന്ന് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്തേ കാരണമെന്നറിയോ? അല്ലാഹുവിന് തൗബ ചെയ്യുന്നത് വലിയ
വലിയ ഇഷ്ടമാ. നിങ്ങളിൽ ഒരാൾ ഒരു യാത്ര പോകുമ്പോ, വിജനമായ വഴിയിലൂടെ യാത്ര പോകുമ്പോ നിങ്ങളുടെ വാഹനം കേടുപറ്റിപ്പോയി, ഇല്ലെങ്കിൽ കൊള്ളക്കാരക്രമിച്ച് നിങ്ങളുടെ വാഹനം കൊണ്ടുപോയി, പൈസ അതിനകത്താണ്, ഭക്ഷണം അതിനകത്താണ്, എല്ലാം നഷ്ടപ്പെട്ട് വനാന്തരത്തിന്റെ ഉള്ളറയിൽ സിംഹഗർജനം മുഴങ്ങി കേൾക്കുന്ന കുറ്റാകുത്തിരുട്ടിന്റെ കത്തടത്ത് കിടന്ന് കൈകാലിട്ടടിച്ച് മരിക്കുമെന്നുറപ്പാകുമ്പോ ഒരാളൊരു വാഹനവും കൊണ്ടുവന്ന് നിങ്ങളെ കയറ്റിയിട്ട് നിങ്ങളെ കൊണ്ടുപോകുമ്പോ ആ വാഹനത്തിന്റെ അകത്ത് കയറിയിരിക്കുമ്പോ നിങ്ങൾക്ക് എത്ര സന്തോഷമാ കിട്ടുന്നത്. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടുപോയ ഒരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷത്തെക്കാൾ അല്ലാഹുവിന് സന്തോഷമാണ് നിങ്ങളിൽ ഒരാള് എന്റെ പാപം എനിക്ക് പുറത്തു തരണേ അല്ലാ എന്ന് പറയുന്നതെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. വല്ലാഹു അസദ്ദു ഫർഹൻ ബിതൗബത്തി അബ്ദിഹി. തന്റെ അടിമ തൗബ ചെയ്യുമ്പോ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ഒരു ശിഷ്യൻ വന്ന് പറഞ്ഞു, അങ്ങ് എത്ര തൗബയെക്കുറിച്ച് പറഞ്ഞിട്ടും തെറ്റിൽ നിന്ന് ഒഴിവാകണമെന്ന് പറഞ്ഞിട്ടും എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൻ ഖബിൽത ഖംസ ഖിസാൽ, 5 കാര്യം നീ സ്വീകരിച്ചാൽ ലം തളറുക മാസി, നിന്റെ തെറ്റുകൾ നിന്നെ ഉപദ്രവിക്കൂല. 5 കാര്യം ഞാൻ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ നിന്റെ തെറ്റുകൾ നിന്നെ ഉപദ്രവിക്കൂല. ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാൻ, തൗബ ചെയ്തു മരിക്കണം എന്ന നിയ്യത്തോടെ എല്ലാവരും സ്വതക്ക ചെയ്തേ. ഇതൊരു ചെറിയ സ്വതക്കയാവരുത്, റമളാനാണ്. സ്വാദിഖ് ഉസ്താദ് പറഞ്ഞത് കേട്ടില്ലേ, ഫക്സുർ സ്വതക്ക. റമളാനിൽ സ്വതക്ക കൊടുക്കാനല്ല പറഞ്ഞത്, സ്വതക്ക അധികരിപ്പിക്കാനാ പറഞ്ഞത്. ഇസ്ലാമിക് സെന്റർ കടബാധ്യതയോട് നിൽക്കാൻ പാടില്ല. അഭിമാനമാണ്, നമ്മുടെ അഭിമാനമാണ്, നമ്മുടെ അഭിമാനമാണ്. അൽഹംദുലില്ലാഹ് എത്ര ഉസ്താദുമാർ അവിടെ വന്ന് ദുആ ചെയ്തു പോയി, എത്ര സയ്യിദന്മാര് വന്നുപോയി. അൽഹംദുലില്ലാഹ് നമ്മുടെ അഭിമാനമാണ്. അതുകൊണ്ട് 20 മക്കൾ ഹിഫ്ദിന് പഠിക്കുന്നു, 20 മക്കൾ തുടങ്ങാണ്. സ്വാദിഖ് ഉസ്താദിന്റെ കണ്ണ് നിറഞ്ഞപ്പോണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ഉസ്താദിന് പേടിയാണെങ്കിലും പെട്ടെന്ന് ദേഷ്യപ്പെടും. ആ കൽബ് വേദനിച്ചിട്ട് കണ്ണ് നിറഞ്ഞില്ല ഹിഫ്ദിന്റെ കാര്യം പറഞ്ഞപ്പോ. അള്ളാഹു ഈ മക്കളുടെ പൊരുത്തം നമുക്ക് തരട്ടെ. പരിശുദ്ധ റമളാനിൽ ഖുർആനിന്റെ മഹത്വമുള്ള ഈ മാസത്തിൽ, ലൈലത്തുൽ ഖദറിന്റെ വിലപ്പെട്ട ദിവസങ്ങളിൽ, റമളാനിന്റെ അവസാനത്തെ 10 ജീവിതത്തിലെ ഏറ്റവും അധികം നമ്മൾ കൈകാര്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പൈസ ഈ ഹൈറായ മാർഗത്തിന് കൊടുക്കുമ്പോൾ അല്ലാഹുവേ പടച്ചവനെ, ഇൽമിന്റെ വേദിയിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ നിയത്ത് ചെയ്യണം, റൂഹ് പിടിക്കുന്നതിന് മുമ്പ് നല്ല സ്വീകരിക്കപ്പെടുന്ന ഒരു തൗബ ചെയ്യാൻ ഈ സ്വതക്കയുടെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് ഭാഗ്യം തരണമെന്ന നിയത്തിലായിരിക്കട്ടെ ഇന്നത്തെ സ്വതക്ക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. എല്ലാവരും ചെയ്തു കൊടുക്കുക, എല്ലാവരും തുടങ്ങിക്കോളി. ബിസ്മില്ലാ. വാളണ്ടിയേഴ്സുകൾ എവിടെ? റമളാനായപ്പോ തടി കൂടി പറഞ്ഞാടെ. അള്ളാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്. എല്ലാവരും ചെയ്തു കൊടുക്കുക, കാര്യമായിട്ട് എല്ലാവരും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും, എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാർ, എത്ര അഷ്റഫി ഉസ്താദ് എന്ന് വിളിച്ചാലും പറയും നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടി ഉസ്താദ് എല്ലാ മജ്ലിസിലും ദുആ രക്കണം. സ്റ്റേജില്ല, വാതില്ല, പ്രസംഗവുമില്ല, നേരെ അവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് സ്വർണ്ണമോതിരമൊക്കെ. മക്കൾക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി, മരിച്ച ഉമ്മയുടെ കാതിലെ കമ്മൽ എന്നൊക്കെ പറഞ്ഞു. അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എല്ലാവരും ചെയ്തു കൊടുക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ പടച്ചവനെ, ഈ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാ. ഈ സ്വതക്ക നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. നോമ്പുകാരാണ് പടച്ചവനെ, ഞങ്ങൾ നോമ്പുകാരാണല്ലാ. അല്ലാഹുവേ ഈ സ്വതക്ക സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഒരുപാട് പണം ഞങ്ങൾക്ക് കൊടുക്കാനില്ല തമ്പുരാനെ, എങ്കിലും ഞങ്ങളുടെ കയ്യിലുള്ളതിൽ മാന്യമായ ഒരു സ്വതക്ക ഇസ്ലാമിക് സെന്ററിന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നാദാ നീ കൈവടിയല്ലേ അല്ലാ, നീ കൈവടിയല്ലേ അല്ലാ. റബ്ബുൽ ആലമീനായ പടച്ചവനെ, തൗബ ചെയ്ത് മരിക്കാനുള്ള മഹാഭാഗ്യം ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് തരണേ അല്ലാ. തൗബ ചെയ്ത് മരിക്കാനുള്ള മഹാഭാഗ്യം ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് തരണേ അല്ലാ, ഞങ്ങൾക്ക് തരണേ അല്ലാ. സല്ലല്ലാഹു നബി മുഹമ്മദിന് എല്ലാ ഭാഗത്തും കിട്ടിയോ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. കടം തീർന്ന ഉടനെ അഷ്റഫി ഉസ്താദിന്റെ പെണ്ണിന് ഒരു മാല വാങ്ങിച്ചു കൊടുക്കണം നമുക്ക്. അതൊക്കെ വിറ്റ് എല്ലാം പോയി. തുണ്ടെന്ന് വേണ്ട ഉസ്താദ് ചോദിക്കാം. എല്ലാം വിറ്റ് പോണെന്ന് പറഞ്ഞെന്താ ഇവിടെ നിന്ന് ഉറപ്പിച്ചോ? എന്തായാലും അല്ല, ഇവിടെ മാത്രം നടന്നാൽ പോരല്ലോ ദീനീ പ്രവർത്തനം. ഇസ്ലാമിക് സെന്റർ പല സ്ഥലത്തും വേണം ഇൻഷാ അല്ലാഹ്.
അള്ളാഹു തആല ഇത് പിന്നെ മതി ഉസ്താദ്, വെച്ചിട്ട് ഞാൻ ചോദിക്കാം ഇൻഷാ അല്ലാഹ്. ചെയിനും കമ്മലും ഒക്കെ ഉണ്ട്, അള്ളാഹു തആല സ്വീകരിക്കട്ടെ, അള്ളാഹു ഇതിനൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ്. ഡൽഹിയിൽ PhD ഇന്റർവ്യൂവിന് പോയിരിക്കുകയാണ് ഉസ്താദിന്റെ മോൻ. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. അഭിമാനമാണ് വിദേശത്തൊക്കെ ചെല്ലുമ്പോഴേ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ മക്കളൊക്കെ അൽഹംദുലില്ലാഹ് നല്ല ഉദ്യോഗ മേഖലകളിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. സിംസാറിലൊക്കെ ഉദവിക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യ ആഫിയത്തും കൊടുക്കട്ടെ. നമ്മുടെ അഭിമാനമല്ലേ, എവിടെ നമുക്ക് കൊണ്ടുവെക്കാലോ. ഭയങ്കര ചീത്ത വിളിച്ചാൽ പോലും സോപ്പിങ്ങിലെ വിളിക്കുള്ളൂ. ശത്രുക്കളോട് ആദർശ സമരത്തിൽ പ്രസംഗിച്ചാലും പച്ച ചീത്ത വിളിച്ചിട്ട് മാഷാ അല്ലാഹ് പ്രായത്താവില്ല. ഇപ്പറങ്ങനെ ശൈലിയ. അത് നല്ല സന്തോഷമാണ്, നല്ലതാണ് സംഭവം. എതിരാളിക്ക് മനസ്സ് വേദന ഉണ്ടാവൂലല്ലോ. നമ്മളെന്ന് പറഞ്ഞാൽ കടുകട്ടിയ വാക്കാണ്. എന്നാലും സാധു ഇപ്പോ അദ്ദേഹത്തിനാണ് കുറെ പ്രശ്നങ്ങളുള്ളത്. ഞാൻ കബീർ വാക്കവി എന്റെയൊക്കെ പൊതുവെ ഒതുങ്ങിയിട്ടുണ്ട്. മൂപ്പരക്ക് ചാട്ടം കൂടുതലാണ്, മൂപ്പരെ പിടിച്ചിരിക്കുക. ഇപ്പോ ലണ്ടനിൽ പോയി പേരിട്ടുണ്ട്, ശകലം ഞെരിയാണിക്ക് താഴെ ഇറങ്ങി പ്രശ്നമായിരിക്കുക. അപ്പോ അള്ളാഹു തആല നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ അള്ളാഹു ആർജവം നിലനിർത്തട്ടെ. കൊടുങ്കാറ്റ് പോലെ ആരോപണങ്ങൾ വന്നാലും അൽഹംദുലില്ലാഹ് തെളിനീര് പോലെ തെളിഞ്ഞു നിൽക്കാൻ കണ്ണിയത്ത് ഉസ്താദിന്റെ ഖൽബിന്റെ പ്രകാശം കൊണ്ട് അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമുക്കും നമ്മുടെ ഈ ഇരിക്കുന്ന ഉസ്താദുമാർക്കൊക്കെ അള്ളാഹു മഹാഭാഗ്യം കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ പൊന്നുമോൻ അള്ളാഹു ആ ഇന്റർവ്യൂവിലും ഏറ്റവും നല്ല ആ മകൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉയർച്ചയും വിജയവും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലേ, നമ്മുടെ മക്കളൊക്കെ കുറെ പഠിക്കണം. വിവരമില്ലാത്ത മക്കളാവരുത്. ഒരു വാപ്പ മോൻ പെണ്ണ് കാണാൻ പോയപ്പോ മോന്റെ അടുത്ത് പറഞ്ഞു, മോനെ ആവശ്യമില്ലാത്തൊന്നും ചോദിക്കരുത്, ദീനീപരമായ കാര്യങ്ങളെ ചോദിക്കാവുന്നു. അങ്ങനെ അവൻ പോയി പെണ്ണിന്റെ അടുത്ത് ആദ്യം ചോദിച്ചത് എന്താണെന്നറിയോ? ചായ കൊണ്ടുവന്നപ്പോ മൺ റബ്ബുക്കാന്ന് ചോദിച്ചു. അതിനപ്പുറം ഒരു ദീനമോ പഠിച്ചിട്ടില്ല. കവറിന്റെ അകത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. അപ്പൊ ഇതൊക്കെ നമ്മുടെ മക്കൾ ഇങ്ങനെ അലങ്കോലമായിട്ട് ഇങ്ങനെ നടക്കരുത്. പഠിക്കണം. ഉദവിയാകട്ടെ, വാഫിയാകട്ടെ, വഫിയാവട്ടെ, പഠിക്കട്ടെ. നല്ല വിദ്യാഭ്യാസം, ഭാഷാ പാണ്ഡിത്യം എല്ലാം ഉണ്ടാവട്ടെ. അള്ളാഹു തആല ഖബൂൽ ചെയ്യട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് വന്ന് ചോദിച്ചു, പ്രിയമുള്ളവരെ, അങ്ങെത്ര പറഞ്ഞിട്ടും എന്റെ മനസ്സ് മാറുന്നില്ല, പാപക്കറകൾ നിറഞ്ഞുപോയിരിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു പറയുകയാ, 5 കാര്യം നീ സ്വീകരിച്ചു പോയാ നിന്റെ പാപം ഒരിക്കലും നിന്നെ ഉപദ്രവിക്കൂല. പിന്നെ നിനക്ക് തെറ്റ് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. ഈ പറയുന്ന 5 കാര്യം നിങ്ങൾ സ്വീകരിച്ചു പോയാ നിങ്ങൾക്ക് തെറ്റ് ചെയ്യൽ അനുവദനീയമാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു പറയുകയാണ്. കള്ളുകുടിക്കാൻ മോഹമുള്ളവരെ, പുതിയ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വന്നിട്ടുണ്ട് വാട്സപ്പില്, ഫോളോ ചെയ്ത് അതൊന്ന് സ്വന്തമാക്കണം, റമളാനെന്ന് കഴിയട്ടെ എന്ന് കൊതിക്കുന്നവരെ, പലിശ തുടങ്ങണമില്ലെങ്കിൽ രക്ഷയില്ല, ആകെ കച്ചവടമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോയെന്ന് ചിന്തിക്കുന്നവര്, ഹറാമ് തിന്നാൻ ആഗ്രഹിക്കുന്നവര്, അയൽവാസിയുടെ വസ്തു വെട്ടിപ്പിടിക്കാൻ കൊതിക്കുന്നവരെ, 5 കാര്യം നിങ്ങൾ സ്വീകരിച്ചു പോയാ നിങ്ങൾക്ക് തെറ്റ് ചെയ്യാമെന്ന് ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു പറയുകയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ തടിച്ചുകൂടുകയാണ്. തെറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തരാൻ പോവുകയാണ്, തിന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും തരാൻ പോവുകയാണ്. ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ ഭക്ഷണം കഴിച്ചുകൊണ്ട് തെറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം എന്താ? ഫലാ തഅകുലു റിസ്ഖഹു, അല്ലാഹുവിന്റെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. തെറ്റ് ചെയ്യണമെങ്കിൽ അള്ളാഹുവിന്റെ ഭക്ഷണം കഴിച്ചിട്ട് തെറ്റ് ചെയ്യാൻ പാടില്ല. ഇതൊരു വല്ലാത്ത പരിപാടിയായി പോയി എന്ന് ചിലപ്പോൾ ചിന്തിക്കൂലേ. അള്ളാഹുവിന്റെ ഭക്ഷണമല്ലേ ലോകത്തുള്ളൂ. എവിടെയാണ് അള്ളാഹു അല്ലാത്ത ഭക്ഷണം? അള്ളാഹു അല്ലാതെ ലോകത്ത് ഭക്ഷണം തരുന്നത് ആരാ? എന്റെ പ്രിയപ്പെട്ടവരെ, സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരിക്കൽ പടച്ചവനോട് പറഞ്ഞില്ലേ, സുലൈമാൻ നബിക്ക് വല്ലാത്ത കഴിവാണ്. പ്രവാചകന്മാരിൽ വ്യത്യസ്ത കഴിവുകളുള്ള പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. അല്ലാഹു മസ്ജിദുൽ അഖ്സയെ മോചിപ്പിക്കുമാറാകട്ടെ. അവിടെ പോയി നമസ്കരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. മറിയമുമ്മ കിടന്നിറങ്ങുന്ന, ഒരുപാട് മഹാന്മാർ കിടന്നിറങ്ങുന്ന, മൗലാന മുഹമ്മദ് ജോർ കിടന്നിറങ്ങുന്ന, ഒരുപാട് പ്രവാചകന്മാർ കിടന്നിറങ്ങുന്ന ആ പുണ്യഭൂമി ഫലസ്തീനിന്റെ മുസ്ലിം സമുദായത്തിന്റെ അധീനതയിലാക്കി അല്ലാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, ഇന്നത്തെ ദിവസം നിന്റെ സത്യസരാചരങ്ങൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാം. അള്ളാഹു സമ്മതിച്ചു.
വർഷങ്ങളോളം പണിയെടുത്തിട്ട് ആ ഒരൊറ്റ ദിവസം സുലൈമാൻ നബിക്ക് അല്ലാഹു കൊടുത്ത ആ ഒരു ദിവസത്തിന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി. കടലിന്റെ ജീവികൾക്ക് ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചു. വിശദീകരിക്കുന്നില്ല. കടലിന്റെ ഭാഗത്ത് പോയി സുലൈമാൻ നബി മത്സ്യത്തെ ക്ഷണിച്ചു. ഒന്നാമത്തെ മത്സ്യം വന്ന് ഇത്രയും പ്രപഞ്ചത്തിലെ സൃഷ്ടിചരാചരങ്ങൾക്ക് കഴിക്കാനുള്ള മുഴുവൻ ഭക്ഷ്യവസ്തുക്കളും ആ ഒരു മത്സ്യം കഴിച്ചിട്ടും അതിന് വയറ് നിറഞ്ഞില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, എനിക്ക് വിശക്കുകയാ. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഭക്ഷണമില്ല എന്ന് പറഞ്ഞപ്പോ ആ മത്സ്യം പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം തരാമെന്ന് പറഞ്ഞ് അല്ലാഹു തന്നുകൊണ്ടിരുന്ന ഭക്ഷണത്തെ നിങ്ങൾ നശിപ്പിച്ചില്ലേ? ലോകത്ത് ഒരു ദിവസം ഓരോ സെക്കൻഡിൽ എത്ര കോടിക്കണക്കിന് ഭക്ഷണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ റബ്ബാണ് നമുക്ക് ഭക്ഷണം തന്നുകൊണ്ടിരിക്കുന്നത്. ആ പടച്ചവന്റെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ വ്യഭിചരിക്കാനും കള്ളുകുടിക്കാനും പലിശ വാങ്ങാനും പോവാൻ പാടില്ല. അതുകൊണ്ട് ആ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിനക്ക് തെറ്റ് ചെയ്യാം. ഇബ്രാഹീമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളുടെ മനസ്സ് വല്ലാതെ പൊട്ടിപ്പോകുകയാണ്. എന്നിട്ട് പറയുന്നു, ഫലാ തസ്കുനു ശൈഉൻ ഫീ ബിലാദില്ലാ, അല്ലാഹുവിന്റെ ഭൂമിയിൽ തെറ്റ് ചെയ്തിട്ട് നീ താമസിക്കാൻ പാടില്ല. നീ തെറ്റ് ചെയ്യുകയാണെങ്കിൽ പടച്ചോന്റെ ഭൂമിയിൽ വസിക്കല്ലേ. നീ തെറ്റ് ചെയ്യുകയാണെങ്കിൽ റബ്ബിന്റെ ഭൂമിയിൽ താമസിക്കല്ലേ. എവിടെയാണ് നമ്മൾ പോവുക? അള്ളാഹുവിന്റെ ഭൂമിയിലല്ലാതെ പിന്നെ എവിടെയാണ് ചെറുപ്പക്കാരാ നമ്മൾ പോവുക? എവിടെ ഓടിയാലും അവസാനമല്ലോ, എവിടെ ഒളിച്ചിരുന്നാലും അവസാനമല്ലോ, ഏതു ഭാഗത്ത് ചെന്നാലും അവസാനമല്ലോ. രക്ഷപ്പെടാൻ പറ്റോ? അള്ളാഹുവിന്റെ നോട്ടമെത്താത്ത സ്ഥലമുണ്ടോ? ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു മൂന്നാമത് പറഞ്ഞു കൊടുക്കുന്നു, നിനക്ക് തെറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയത്ലുബ് മൗലി അല്ലാ യറാ, ഫൽയത്ലുബ് മൗലി അല്ലാ യറാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാണാത്ത സ്ഥലത്ത് പോവുക. അല്ലാഹു കാണാത്ത സ്ഥലത്ത് പോയി എന്ന് തെറ്റ് ചെയ്യാൻ എന്റെ മുസ്ലിമേ നിങ്ങളെ കൊണ്ട് പറ്റുമോ? നാലാമത് ബഹുമാനപ്പെട്ടവർ പറയുന്നത് കേൾക്കുമ്പോഴാണ് പ്രയാസം വരിക. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിന്റെ മുമ്പിൽ വരുമ്പോ നീ അസ്റായീലിനോട് പറയണേ, ഒരു 5 മിനിറ്റ് ഒന്ന് മാറി നിൽക്കണം, എനിക്ക് തൗബ ചെയ്യാൻ അനുവാദം തരണമെന്ന് ചോദിക്കാനുള്ള അവസരം നിനക്ക് ഉറപ്പായിട്ടുമുണ്ടെങ്കിൽ നീ തെറ്റ് ചെയ്തോ? ഇബ്രാഹീമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ പെങ്ങളെ, ലോകത്തൊരാളോടും അസ്റായീൽ സമ്മതം ചോദിച്ചില്ല. ഇല്ല മുഹമ്മദുർ റസൂലുള്ളാഹ് ഖദ് ജാഅ അസ്റായീൽ ഖാലി അഹ്മദി വല്ലാഹു യുഖ്രിയുക സലാമുൽ ലൗഫറാ. നമ്മുടെ കൽബിന്റെ കഷണമായ, മനസ്സിന്റെ പ്രകാശമായ ആ മുത്ത് റസൂലിനോട് മാത്രമാണ് അസ്റായീൽ സമ്മതം ചോദിച്ചത്. റൂഹ് പിടിക്കട്ടെ എന്ന് അല്ലാതെ ഒരു പൊന്നുമോനോട് ചോദിച്ചിട്ടില്ല. ആ അസ്റായീൽ മണ്ണാർക്കാട് അഭിമാനത്തോടെ കല്ലുകുടിച്ച് പെണ്ണ് പിടിച്ച് പലിശ തന്നിട്ട് ഇബാദത്തില്ലാതെ തറാവിയില്ലാതെ റമളാനില്ലാതെ ജീവിച്ച നിന്റെ റൂഹ് പിടിക്കാ കടന്നു വരുമ്പോ അല്പസമയമൊന്ന് മാറി നിൽക്കുവോ? ഞാനൊന്ന് തൗബ ചെയ്യട്ടെ എന്ന് പറയാൻ നിനക്ക് പറ്റുമെങ്കിൽ മാത്രമേ നീ തെറ്റ് ചെയ്യാവൂ എന്ന് ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, റമളാൻ കഴിഞ്ഞ് വീണ്ടും സീരിയൽ കാണാൻ കൊതിക്കുന്ന പെണ്ണ്, റമളാനിൽ കാണാൻ കഴിയാത്ത പുതിയ സിനിമകൾ ഷോപ്പിംഗ് മാളിന്റെ അകത്തളങ്ങളിൽ ഒളിച്ചുപോയി സിനിമ കാണാൻ ഒരുക്കി വെച്ചിരിക്കുന്ന സംവിധാനത്തിൽ ഉപയോഗപ്പെടുത്തി മഫ്തയിട്ട് പറവയിട്ട് സിനിമ കാണാൻ കൊതിക്കുന്ന എന്റെ പൊന്നാര പെങ്ങളെ, ദുനിയാവിന്റെ ആഡംബരം ഇഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പൊന്നുമോനെ, വേദനയോടുകൂടി നിന്നെ ഓർമ്മപ്പെടുത്തുകയാ. എന്റെ സഹോദരങ്ങളെ, അല്ലാഹു പടച്ചതമ്പുരാൻ കാണാത്ത സ്ഥലമുണ്ടോ? അല്ലാഹു അറിയാത്ത സ്ഥലമുണ്ടോ? അസ്റായീൽ വരുമ്പോ കുറച്ച് സമയം എനിക്ക് തരണമെന്ന് ചോദിക്കാൻ നിനക്ക് പറ്റുമോ? കാസർഗോഡ് ജില്ലയിലെ ഡോക്ടർ ഇർഷാദ് മരണപ്പെട്ടത് നേപ്പാളിലെ ഭൂമികുലുക്കത്തിലല്ലേ? അല്ലാഹുവേ, ആ നേപ്പാളിലെ ഭൂമികുലുക്കത്തിനിടയിൽപ്പെട്ടുകൊണ്ട് കല്ലുകൾക്കും കട്ടകൾക്കും ഇടയിൽപ്പെട്ട് ജലം നിറഞ്ഞുപോയ ഡോക്ടർ ഇർഷാദ്
ഇർഷാദിന്റെ മയ്യത്ത് ഡൽഹിയിൽ നിന്ന്, നേപ്പാളിൽ നിന്ന് ഡൽഹിയിലേക്ക്, ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ അവിടുത്തെ KMCC-യിലെ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് അവിടെ നിന്ന് ഫോൺ വിളിച്ചു പറഞ്ഞ മയ്യത്തിന് ഒരു പരിചരണങ്ങളും ചെയ്തിട്ടില്ല, അതുപോലെ വാരിയെടുത്ത് പൊലിഞ്ഞു കൊണ്ടുവന്നിരിക്കുകയാ. അതുകൊണ്ട് ബാംഗ്ലൂർ എത്തുമ്പോൾ അവിടുത്തെ എയർപോർട്ടിൽ വെച്ചിട്ട് അവിടുത്തെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ആ പൊന്നുമോനായ ഡോക്ടർ ഇർഷാദ് എന്ന ഇബാദത്തുള്ള, നിസ്കാരമുള്ള, കാണാൻ അഴകുള്ള, ഗ്ലാമറുള്ള, ചന്തമുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മയ്യത്ത് ഒന്ന് വൃത്തിയാക്കണമെന്ന് ഫോണിലൂടെ വിളിച്ചു പറഞ്ഞപ്പോ പോലീസുകാർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ നിങ്ങൾക്ക് സമ്മതം തരൂല്ല, ഈ പെട്ടി തുറക്കുമ്പോ ദുർഗന്ധമാ, ഇത് ജനങ്ങൾ കണ്ടുപോയാൽ വല്ലാത്ത വിഷമമാണ്, അതുകൊണ്ട് ഇതുപോലെ എത്രയും പെട്ടെന്ന് കാസർഗോഡ് എത്തിക്കലല്ലാതെ വേറെ നിവർത്തിയില്ലെന്ന് പറഞ്ഞപ്പോ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ബിൻ ശിഹാബ് തങ്ങൾ വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ട നെഞ്ചിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന പ്രിയപ്പെട്ട മക്കള്, ബാംഗ്ലൂരിലെ പ്രിയപ്പെട്ട മലയാളികളായ സഹോദരങ്ങൾ ആ ഡോക്ടർ ഇർഷാദിന്റെ മയ്യത്തിന്റെ പെട്ടി തുറക്കുകയാണ്. അവിടുന്ന് ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞതാണ്, ഉസ്താദേ, എങ്ങനെ മരണപ്പെട്ടു പോയാലും ഇതുപോലെ ഒരു മരണം നമ്മുടെ ചെറുപ്പക്കാർക്ക് കിട്ടാതിരിക്കാൻ ഉസ്താദ് ദ്വാരക്കണേ. ഒന്നും തിരിച്ചറിയാൻ പറ്റാറ്, ആരാണെന്ന് പോലും അറിയാൻ പറ്റാറ് പെട്ടിക്കകത്ത് കിടക്കുന്ന ശരീരം സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ് ഡോക്ടർ ഇർഷാദിന്റെ നിക്കാഹ് നടത്തിക്കൊടുത്തത്. എത്ര പെട്ടെന്നാണ് ഒരു പെണ്ണ് വിധവയായി പോയത്, എത്ര പെട്ടെന്നാണ് ഒരു കുടുംബത്തിന്റെ തൂണ് തകർന്നു പോയത്. നീ ഒന്നും ആലോചിക്കൂല. പെരുന്നാളിന്റെ പിറ കാണുമ്പോ എടുക്കാറുള്ള കുപ്പയുടെ കണക്ക് കൂട്ടിയിരിക്കുന്ന ആഘോഷത്തിന്റെ അടിത്തട്ടിലേക്ക് വീണു പോകുന്ന ചെറുപ്പക്കാരാ, അവസാനിപ്പിക്കണം മോനെ. ഇബ്രാഹിമിന് അധികം റളിയല്ലാഹു എന്ന് പറയുകയാ, അല്ല കാണാത്ത സ്ഥലത്ത് പോയി തെറ്റ് ചെയ്തു, അള്ളാന്റെ ഭക്ഷണം കഴിച്ചിട്ട് തെറ്റ് ചെയ്യല്ലേ, അള്ളാന്റെ ഭൂമിയിൽ തെറ്റിട്ട് ജീവിക്കല്ലേ. അസ്റായിൽ വരുമ്പോ 5 മിനിറ്റ് സമയം ചോദിച്ചു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ 5ാമത് പറയുകയാ, നാളെ പരലോകത്ത് സബാനിയത്തിന്റെ കണ്ണിൽ നിന്ന് തീ പാറുന്ന ഇരുമ്പിന്റെ ബന്ധുക്കളുമായി വരുന്ന വ്യഭിചാരികളെ പിടിക്കാ, കള്ളുകുടിയന്മാരെ പിടിക്കാ, നിങ്ങളുടെ പേര് പറഞ്ഞ് പണപ്പിരിവ് നടത്തി അറബികളെ പറ്റിച്ച്, നേതാക്കന്മാരെ പറ്റിച്ച് കുണ്ട വീർപ്പിച്ചവരെ പിടിക്കോ, ഇരുമ്പിന്റെ ചങ്ങലക്കെട്ടുകളുമായി കാത്തിരിക്കുന്ന സബാനിയത്തിന്റെ മലക്കുകൾ, മലക്കുകൾ കടന്നു വരുമ്പോ ഇബ്രാഹിമിന് അധികം റളിയല്ലാഹു എന്ന് പറയുകയാ, എന്നെ പിടിക്കല്ലേ എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടാൻ പറ്റുന്നവരല്ലാതെ കള്ളുകുടിക്കല്ലേ, പെണ്ണ് പിടിക്കല്ലേ, നമസ്കാരം ഒഴിവാക്കല്ലേ, പലിശ തിന്നല്ലേ എന്നല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഇബ്രാഹിമിന് അധികം റളിയല്ലാഹു എന്ന് പറയുമ്പോ അതിന് നമുക്ക് കഴിയോ ചെറുപ്പക്കാരാ, അതിന് നമുക്ക് കഴിയോ പെങ്ങള്? എങ്ങനാ നമുക്കതിന് കഴിയുന്നത് പെങ്ങള്? എങ്ങനാ നമുക്കതിന് സാധിക്കുന്നത് പെങ്ങള്? ഈ ദുനിയാവാകുന്ന ഈ തിരുവട്ടത്തില് കേവലം സുഖത്തിന് വേണ്ടി അല്ലാഹെ മറക്കല്ല മോളെ. ചെയ്തുപോലെ പാപങ്ങളൊക്കെ പടച്ചവനോട് പറഞ്ഞ് റമളാൻ തീരുന്നതിന് മുമ്പ് പൊട്ടിക്കിടന്നു. 27-ാം രാവ് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ പ്രകാശിക്കുന്ന ഹൃദയമാകട്ടെ എനിക്ക്, നിങ്ങൾക്കും അങ്ങനെ തന്നെ ആവട്ടെ. അത് ആഗ്രഹിച്ചിട്ടാണ് അത്തിപ്പറ്റ വിസ്താരി സുഖമില്ലാത്ത സമയത്തും ദിനിന് വേണ്ടി ഓടി നടക്കുന്നത്. അത് കൊതിച്ചതുകൊണ്ടാണ് തൊഴിയൂർ സാറ് സുഖമില്ലാതെ വീട്ടിൽ കിടക്കുമ്പോൾ തസ്ബീഹ് ചൊല്ലുന്നത്. അത് ആഗ്രഹിച്ചതുകൊണ്ടാണ് അവസാന ശ്വാസം നഷ്ടപ്പെടുന്നത് വരെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് സാറ് തന്റെ ഈമാന്, തന്റെ ആദർശമോ ഒരു പൊന്നുമോന്റെ മടിപ്പത്തിലും കൊണ്ടുപോയി പണയം വെക്കാത്തത് എന്തുകൊണ്ടെന്നറിയ ഈ റമളാൻ ഞങ്ങളോട് പോകുന്നവര് എത്ര പെട്ടെന്നാണ് റമളാൻ വിട പറഞ്ഞു പോകുന്നത്. അല്ലാഹുവേ, ചിന്തിക്കാൻ കഴിയുന്നില്ല. ഇനിയൊരു റമളാൻ തന്നില്ലെങ്കിൽ ഞങ്ങൾ തോറ്റുപോകുമല്ല. ഖുർആൻ ഓതി തീർക്കാത്തവരെത്രയാ, 100 സ്വലാത്ത് പോലും ചെല്ലാത്തവരെത്രയാ, റമളാനിൽ പോലും സിനിമ കണ്ടവരെത്രയാ, റമളാനിൽ പോലും അന്യ സ്ത്രീകളോട് സംസാരിച്ചവരെത്രയാ, റമളാനിൽ പോലും പലിശനവരെത്രയാ, റമളാനിൽ പോലും നമസ്കരിക്കാത്തവരെത്രയാ,
റമദാനിൽ പോലും ഉമ്മായ ചീത്ത വിളിച്ചവരെത്രയാ, റമദാനിൽ പോലും അള്ളാന്റെ പള്ളിക്കകത്തിരുന്ന് ഫിത്ന പറഞ്ഞവരെത്രയാ. ആ ശാപം കിട്ടുമ്പോഴേ, ആ ശാപം കിട്ടുമ്പോഴേ ഓഫാക്കി വെച്ച ചാനലിലേക്ക് ഇനി ഒരിക്കലും മടങ്ങൂല അല്ലാ. മാറ്റിവെച്ച ഹറാമിന്റെ വാട്സപ്പിന്റെ വീഡിയോ ക്ലിപ്പുകളിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു പോകൂല അല്ലാ. അന്ന് സ്ത്രീ പുരുഷന്മാരുടെ സമ്പർക്കങ്ങൾ റമദാൻ മാസത്തിന് വലിച്ചെറിഞ്ഞതാണല്ലോ, ഇനി ഒരിക്കലും പോകൂല അല്ലാ. ഈ പ്രിയപ്പെട്ട മക്കള് 20 മക്കള് വെള്ളവസ്ത്രം ധരിച്ചു കൊണ്ടുവന്നതെന്തിനാ? ആ വസ്ത്രത്തിന്റെ വെണ്ണ പോലെ കൽവിനെ വൃത്തിയാക്കാനാണ്. അങ്ങനെ വൃത്തിയാക്കുന്ന ലോകത്തെ ഒരേ ഒരു ഗ്രന്ഥമേതെന്നറിയോ? അതല്ലാന്റെ ഖുർആൻ മാത്രമാ, അതല്ലാന്റെ ഖുർആൻ മാത്രമാ. എന്റെ മണ്ണാർക്കാട് വന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ല കാണാത്ത സ്ഥലമില്ലാത്തത് കൊണ്ട്, അല്ലാന്റെ ഭക്ഷണമല്ലാതെ കഴിക്കാറില്ലാത്തത് കൊണ്ട്, അല്ലാന്റെ വീടല്ലാതെ താമസിക്കാറില്ലാത്തത് കൊണ്ട്, അസ്രായിനോട് കരഞ്ഞു പറഞ്ഞാൽ പരിഗണിക്കാത്തത് കൊണ്ട്, സബാനിയത്തിന്റെ മലക്കുകൾ പിടിക്കുമ്പോ ഞാൻ പോകുന്നോട് പറയാ പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് ഒരു തെറ്റും ചെയ്യല്ലേ, ഒരു പാപവും ചെയ്യല്ലേ. ചെയ്തുപോരെ പാപക്കറകള് പടച്ചവരോട് നല്ലതോട് പറഞ്ഞ് പൊട്ടിക്കരല്ലോ. എവിടെയാണ് ഓടി ഒലിക്കാൻ നമുക്ക് പറ്റുക? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. കർണവരമ്പ് നമ്മോടടുത്തിരിക്കുന്നതിനേക്കാൾ അല്ലാഹു നമ്മളോടടുത്തിരിക്കുന്നു എന്ന് ഖുർആൻ. ആ പടച്ചവനെ കളഞ്ഞിട്ട് നമ്മൾ എവിടെയാ പോകുന്നത്? ആ തമ്പുരാനെ മാറ്റിവെച്ചിട്ട് നമ്മൾ ഏത് ലോകത്തേക്കാ ഓടുന്നത്? വീണ്ടും അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞത് റഖീബ് അതീദ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാ. ഒളിച്ചു വെക്കാൻ പറ്റൂല, മറച്ചു വെക്കാൻ പറ്റൂല, മാറ്റിവെക്കാൻ പറ്റൂല. അതും കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ വീണ്ടും പറഞ്ഞു, ഇത് യതലഖിയാനിൽ മുതലഖി യതലഖിയൽ മുതലഖിയാനി അൻ യമീനി വഅൻ ശിമാലി തഈദ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, 4 ഭാഗത്തിരുന്നും നിന്നെ ക്യാമറ കണ്ണുകൊണ്ട്, ഒളിക്യാമറ കണ്ണുകൊണ്ട് അല്ല പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ഒളിക്യാമറയെ പേടിക്കുന്ന മുസ്ലിമേ, അതേ ഹോട്ടലിൽ കിടക്കുമ്പോ, ലോഡ്ജിൽ കിടക്കുമ്പോ, ഒരു സഹോദരന്റെ വീട്ടിൽ കയറുമ്പോ അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒളിക്യാമറയെ ഭയപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഒളിക്യാമറയില്ലാത്ത സ്ഥലം ദുനിയാവിൽ ഒരു സ്ഥലം പോലുമില്ല. ലോകം മുഴുവനും പടച്ചതമ്പുരാന്റെ ഒളിക്യാമറയാണ്. ലോകം മുഴുവനും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഒളിക്യാമറയാണ്. അതിന്റെ അകത്ത് പെടാതെ രക്ഷപ്പെടാൻ നിനക്ക് കഴിയൂല. അതുകൊണ്ട് പൊട്ടിക്കരഞ്ഞോ, അതുകൊണ്ട് നിലവിളിച്ചോ, അതുകൊണ്ട് റബ്ബിനോട് നിന്റെ പാപങ്ങൾ എണ്ണി പറഞ്ഞോ, അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണയല്ലോ. ശപിക്കപ്പെട്ട ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഈ മനുഷ്യവർഗത്തെ മുഴുവനും ഞാൻ നശിപ്പിക്കാൻ തീരുമാനിച്ചു. തെറ്റുകൾ കൊണ്ട്, കള്ളുകൊണ്ട്, വ്യഭിചാരം കൊണ്ട്, പലിശ കൊണ്ട് സമുദായത്തെ മുഴുവനും ഞാൻ നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോ 2 കാര്യം കൊണ്ട് അവരെന്നെ നശിപ്പിച്ചു എന്ന് ഇബ്ലീസുൽ ലഈൻ. ലോകത്തെ മുഴുവനും കള്ള്, വ്യഭിചാരം, പലിശയൊക്കെ കൊണ്ട് ഞാൻ നശിപ്പിക്കാൻ തീരുമാനിച്ചു. ഇബ്ലീസ് പറയാൻ, അങ്ങനെ ഞാൻ നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോ ജനങ്ങൾ 2 കാര്യം കൊണ്ട് എന്നെ നശിപ്പിച്ചു എന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. 2 കാര്യം കൊണ്ട് എന്നെ നശിപ്പിച്ചു. അത് 2 ദിക്റുകളാണ്. അത് ഇബ്ലീസിനത് വലിയ പേടിയാണ്. ഈ 2 സംഭവം നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ പാപങ്ങൾ അതുകൊണ്ട് പൊറുക്കപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ആ 2 ദിക്റുകൾ കൊണ്ട് എന്നെ മനുഷ്യർ നശിപ്പിച്ചു എന്ന് ശപിക്കപ്പെട്ട ഇബ്ലീസുൽ ലഈൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. എത്ര ഗൗരവമുള്ള വാക്കാണ്. ഇബ്ലീസ് നമ്മെ തെറ്റുകൊണ്ട് നശിപ്പിക്കാൻ വരുമ്പോ തിരിച്ചും മനുഷ്യർ, വിശ്വാസികൾ അവനെ നശിപ്പിക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ആ 2 കാര്യം പറഞ്ഞ് ആ 2 ദിക്റും നമുക്കിവിടെ ചൊല്ലിയിട്ട് വേണം ഇന്ന് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് നേരത്തെ പിരിയാം. നാളെ 9 മണിക്ക് നമ്മുടെ മജ്‌ലിസുൻ നൂർ തുടങ്ങും. അൽഹംദുലില്ലാഹ്. റമദാനിന്റെ ഈ ഒരു കൂട്ടപ്രാർത്ഥന കഴിയാതെ പോകുന്നത് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു നഷ്ടമാണ്. വളരെ പെട്ടെന്ന് കഴിയുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പേടിച്ചിട്ടാണ് നിർത്തുക. കാരണം നിങ്ങൾ എഴുന്നേറ്റ് പോയാൽ
ദുആ നിങ്ങൾക്കൊരു വലിയ നഷ്ടമായി പോകും. അതുകൊണ്ട് അത് ആ വിഷയത്തിൽ പേടിച്ച്, എന്റെ പ്രസംഗത്തിന്റെ അല്ല, ആ ദുആ നഷ്ടപ്പെട്ട നഷ്ടം തന്നെയാണ്. നാളെ മജ്ലിസുന്നൂർ 9 മണിക്ക് തുടങ്ങും. ഹൈദരലി ശിഹാബ് തങ്ങൾ കേവലം ഒരു സയ്യിദിനപ്പുറം ഒരു വലിയ ബറക്കത്തിന്റെ, ഒരു വലിയ റഹ്മത്തിന്റെ, ഒരു വലിയ കറാമത്തിന്റെ, ഒരു വലിയ അത്ഭുതത്തിന്റെ ഉടമയാണ് എന്ന് മനസ്സിലാകുന്നതാണ് മജ്ലിസുന്നൂർ. ഗ്രാമാന്തരങ്ങളിൽ മജ്ലിസുന്നൂർ തുടങ്ങി. തെക്കൻ കേരളങ്ങളിൽ അൽഹംദുലില്ലാ ഈ ഭാഗത്തൊക്കെ സമസ്ത എന്ത് തുടങ്ങിയാലും എത്താത്തൊരു സ്ഥലമാണ് തെക്കൻ കേരളം. അഹ്ലുസുന്ന കോൺഫറൻസ് എന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തെ അഷ്റഫി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്ന സമസ്തയുടെ വലിയ പരിപാടി സാദിഖ് അലി ശിഹാബ് തങ്ങൾ പൊരുവെയിലത്ത് തെക്കൻ കേരളത്തിൽ യാത്ര നടത്തി വിജയിപ്പിച്ച വലിയ പരിപാടി. അൽഹംദുലില്ലാ അത് തെക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ചരിത്രമാണ്. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയ പ്രോഗ്രാമാണ്. ഈ വർഷവും അതിന്റെ 2ാം പരിപാടി ഇൻഷാ അല്ലാഹ് കൊല്ലത്ത് തന്നെ നടത്തണമെന്ന് ഇവിടുത്തെ പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ ആഗ്രഹമാണ്. അപ്പോ അവിടെയും പഴയതുപോലെയല്ല. അവിടെ ഇപ്പോ മജ്ലിസുന്നൂർ തുടങ്ങുന്നു, ബൈത്തുർ റഹ്മ തുടങ്ങുന്നു. അൽഹംദുലില്ലാ നമ്മുടെ SKSF തുടങ്ങിയത് എന്താണ്? എന്ത് റഹ്മ ആണ്? തൊയ്ബ. എന്ത് തൊയ്ബ? മനസ്സിൽ തൊയ്ബ. അൽഹംദുലില്ലാ അങ്ങനെ എല്ലാവർക്കും ഒരു വീടാകട്ടെ, സന്തോഷമാവട്ടെ. അല്ലാഹു തആല ബർക്കത്തും വിജയവും തരട്ടെ. അൽഹംദുലില്ലാ മജ്ലിസുന്നൂർ നാളെ ഇവിടെ 9 മണിക്ക് തുടങ്ങും. റമളാനായിട്ട് അത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് ദയവ് ചെയ്ത്. സുബഹി കഴിഞ്ഞ് പിന്നെന്ത് ജോലിയാ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. സുബഹി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തല്ലേ ഭക്ഷണം ഉണ്ടാക്കേണ്ടുള്ളൂ. ഈ 9 മണിക്ക് നിങ്ങൾ വന്ന ഇത്രയും സമയം നമുക്കിവിടെ ഇരിക്കേണ്ട കാര്യമില്ല. എന്തായാലും 2-3 മണിക്കൂർ വാദം കേൾക്കാൻ പറ്റിയ സന്തോഷമായിട്ട് നമുക്ക് പോകാനും പറ്റും. മജ്ലിസുന്നൂറിൽ പങ്കെടുത്ത റമളാന്റെ രാവിലെ അങ്ങനെ ഒരു ആമീൻ പറയാൻ കിട്ടുന്ന വലിയ ഭാഗ്യം ദയവ് ചെയ്ത് ഒഴിവാക്കരുത്. ഇന്ന് തന്നെ തീരുമാനിക്കണം. നാളെ സുബഹി കഴിഞ്ഞ് ഇച്ചിരി നേരം ഖുർആൻ ഓതി വിശ്രമിക്കാൻ കിടക്കുന്നില്ല, നേരെ അൽഹംദുലില്ലാ ഈ മജ്ലിസിലേക്ക് വരട്ടെ. വലിയ പുണ്യമാവട്ടെ. നിങ്ങൾ ഉച്ചയ്ക്ക് വന്നാലും എനിക്ക് വാദം പറയാൻ കുഴപ്പമൊന്നുമില്ല. കാരണം നാളെ മറ്റന്നാളും എനിക്ക് ഇതിനു വേണ്ടി ഞാൻ ഫ്രീയാ. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ നിങ്ങൾ നേരത്തെ വന്നാൽ മജ്ലിസുന്നൂർ ഞാൻ അൻപിച്ചു പോയ തങ്ങളാണ് നേതൃത്വം. അപ്പോ അൽഹംദുലില്ലാ വലിയ പുണ്യമാണ് മജ്ലിസുന്നൂറിലൂടെ. എത്ര അത്ഭുതങ്ങൾ. നിങ്ങളുടെ നാട്ടിൽ മജ്ലിസുന്നൂർ നടക്കുന്ന സ്ഥലത്ത് ചോദിച്ചാൽ മതി. അബീബാജിയുടെ കടയിലോ മജ്ലിസുന്നൂർ നടത്തും. കട വലിയ ഹോട്ടലായി, വലിയ വിശാലമായി. ഇപ്പൊ കഴിഞ്ഞ വർഷം മണ്ണാർക്കാട് ഇസ്ലാമിക് സെന്ററിന് വേണ്ടി എത്ര രൂപ കൊടുത്തു? കണക്കൊക്കെ വേണം, ഈ വർഷം വേണം. അങ്ങനെ കൊടുത്തത് കൊണ്ട് എന്ത് നേട്ടമുണ്ടായി? ഹോട്ടൽ വലുതായി, പുതിയ തുടങ്ങി. പൈസ കഴിക്കാവുന്ന കാര്യങ്ങൾ പറയണ്ട. പൈസ എല്ലാ ഹോട്ടലിൽ ഇത് എന്റെ പരിപാടി. അൽഹംദുലില്ലാ അതിൽ തങ്ങൾ കൈനീട്ടം നിന്ന് മൊയ്ൻ അലി ഉദ്ഘാടനം ചെയ്തു. ഇനി ഇതിൽ കൂടുതൽ എന്ത് വേണം? തങ്ങളെ വിട്ടുള്ള ഒരു കളിയില്ലെന്ന് പറയും. അൽഹംദുലില്ലാ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അത് വലുതായി. നിങ്ങൾ ഇസ്ലാമിക് സെന്ററിന് വേണ്ടി നിങ്ങൾ ഒരാൾ പറയട്ടെ, ഇസ്ലാമിക് സെന്ററിന് ഞാൻ ഇനി 10 പൈസ കൊടുക്കൂല ഉസ്താദെ, കാരണം ഞാനൊരു 1000 രൂപ കൊടുത്തിട്ട് എനിക്ക് അല്ലാഹു നേട്ടങ്ങൾ തന്നിട്ടില്ല എന്ന് പറയുന്ന ഒരാൾ ഒരു ചില്ലിക്കാശ് പോലും ഈ സ്ഥാപനത്തിന് തരണ്ട. ഇത് എന്താണ് എന്ന് നിങ്ങൾ എന്ത് വിചാരിച്ച്? എനിക്കോ അഷ്റഫിക്കോ അബീബ് ഫൈസിക്കോ ആർക്കും കൊണ്ടുപോകാനുള്ളതല്ല. ഇത് സമസ്തയുടെ പേരിൽ ഇവിടുത്തെ ഇസ്ലാമിക് സെന്ററായി കാലാകാലം ഇവിടെ തന്നെ ഉണ്ടാവും. 20 മക്കൾ 200-ആയി 2000-ആയി 20,000-ആയി വളർന്നു വരുമ്പോ ആ ഖുർആൻ പ്രകാശകിരണങ്ങളായി നമ്മുടെ നെഞ്ചകത്ത് പതിഞ്ഞിരിക്കും. നമ്മൾ എത്ര കഴിഞ്ഞ് എത്ര കാലങ്ങൾക്ക് മുമ്പ് ഖബറിന്റെ അകത്തേക്ക് പോകേണ്ടി വന്നാലും അവിടേക്ക് അതിന്റെ ഒരു അംശം ഇത് തമാശയില്ലല്ലോ. ഇത് നമുക്ക് കണക്ക് നോക്കി അഭിമാനം പറയാനുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കോടതിയിൽ അഭിമാനമാ, ദുനിയാവിൽ അഭിമാനമായിട്ട് നമുക്ക് വേണ്ട. എത്ര സന്തോഷം. അൽഹംദുലില്ലാ. അപ്പൊ നാളെ നിങ്ങൾ നേരത്തെ വാ, 9 മണിക്ക് വാ. ഇമ്പിച്ചുക തങ്ങളുടെ നേതൃത്വത്തിൽ മജ്ലിസുന്നൂർ നടക്കും. അതിന്റെ പുറകിൽ മറ്റു കാര്യങ്ങളൊക്കെ സന്തോഷത്തോടെ നടക്കും. അതിനുശേഷം അൽഹംദുലില്ലാ ഇന്ന് ഞാൻ പറഞ്ഞു നിർത്തുന്നതിന്റെ ബാക്കി ഭാഗം ഇന്ന് പറഞ്ഞു നിർത്തിയിട്ടില്ല. 2 കാര്യം കൂടെ പറഞ്ഞ് അത് ചൊല്ലി ഇവിടെ ദിക്ർ ചൊല്ലണം. ഇത്രയും വലിയ നോമ്പുകാരിൽ ഒരാൾ എഴുന്നേറ്റ് പോയാലും നമുക്ക് നഷ്ടം തന്നെ. അതുകൊണ്ടാണ് പറഞ്ഞു, ഒരാളുടെ ആമീൻ കിട്ടാതെ പോയാൽ അത് നമുക്ക് വലിയ നഷ്ടമാണ്. കാരണം നോമ്പുകാരല്ലേ, എങ്ങനെയാണ് അവരുടെ മനസ്സ്? അസൗമുലീവാനജിസുബിഹി, നോമ്പ് എനിക്കുള്ളതാണെന്ന് റബ്ബ് പറഞ്ഞു. നിങ്ങളുടെ നോമ്പിന്റെ പ്രതിഫലത്തിന്റെ കണക്ക് റബ്ബിന് മാത്രമേ അറിയൂ, എനിക്ക് നിങ്ങൾക്കൊന്നും അറിയില്ല. എന്റെ നോമ്പിന്റെ അളവെത്ര, ഉസ്താദുമാരുടെ നോമ്പിന്റെ കൽബിന്റെ അളവെത്ര, അത് റബ്ബിനെ അറിയുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ ആമീൻ പറയുമ്പോൾ അത് നഷ്ടപ്പെടുന്നത് വലിയ നഷ്ടം തന്നെയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. 2 ദിക്റിൽ ഒന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു, മനുഷ്യരെന്നെ നശിപ്പിച്ചു. അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനുഷ്യരെന്നെ നശിപ്പിച്ചു. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് എന്നെ നശിപ്പിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ ഇബ്ലീസ് സ്വയം നശിക്കുകയാണ്, അവന് താങ്ങാൻ പറ്റൂല.
റമളാൻ ഇത്രയുമായി എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ ചൊല്ലി. ഇത് ഇൻഷാ അല്ലാഹ് 25,000 നിയത്ത് ചെയ്തു. ഞാൻ കാര്യമായിട്ട് സുഖക്കാര സമയത്ത് പറയാം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു അവിടുത്തെ കുടുംബാംഗങ്ങൾക്ക് മുഴുവനും അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. മൺമറഞ്ഞു പോയ അവിടുത്തെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗത്തിന്റെ കൊട്ടാരം ഈ സുഖക്കേട് ബർക്കത്തുകൊണ്ട് പണിഞ്ഞു കൊടുക്കുമാറാകട്ടെ. നല്ല ഹുബ്ബുള്ള മനുഷ്യൻ അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഒന്നാമത്തെ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇബ്ലീസ് പറഞ്ഞ കള്ളും കഞ്ചാവും പെണ്ണും പെരുമയൊക്കെ കൊണ്ട് ഞാൻ മനുഷ്യരെ നശിപ്പിക്കാൻ പോകുമ്പോ ആ മനുഷ്യർ തിരിച്ച് എന്നെ നശിപ്പിച്ചത് 2 ദിക്റുകളെ കൊണ്ടാ. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടാണ്. മനുഷ്യർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടിരിക്കും തോറും ഇബ്ലീസ് ഓടി ഒളിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. അതുകൊണ്ട് ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറഞ്ഞില്ലേ? വളരെ വൃത്തിയായി നമ്മൾ ചൊല്ലണം. തസ്ബീഹ് മാല എണ്ണി മറിക്കുമ്പോ ലക്ഷക്കണക്കിന് പ്രാവശ്യം സ്വന്തം ജസദിന് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ ചൊല്ലി തീർക്കണം. മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. നമുക്കാരുമില്ലല്ലോ. നിങ്ങളിപ്പോ നേരത്തെ ഞാൻ ഇവിടെ വന്നപ്പോ പറഞ്ഞല്ലോ, ഞാനും അബ്ദുസ്സമദ് പൂക്കോട്ടൂർ ഉസ്താദും അൽഹംദുലില്ലാഹ് ഈ വർഷം UAE ഗവൺമെന്റ് ഗസ്റ്റായിട്ട് ഖലീഫയുടെ ഗസ്റ്റായിട്ട് പോകാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. വന്ന വലിയ ഉസ്താദുമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആള് അൽഹംദുലില്ലാഹ് ഞാനായിരുന്നു. വാപ്പായി മോനെ നിൽക്കണ പോലെ ഞാൻ പൂക്കോട്ടിന്റെ അടുത്ത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പൂക്കോട്ടിന്റെ കോട്ടി പിടിച്ച് ഇങ്ങനെ നിന്നു. അതുകൊണ്ടൊരു വലിയ നേട്ടമുണ്ടായി. പൂക്കോട്ടൂരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. വെറുതെ ചുമ്മാ അവിടെ ഇരിക്കല്ലേ പകൽ സമയത്ത്. അപ്പോ പൂക്കോട്ടിനെ ഫോൺ വിളിക്കുക, റൂമിൽ പോയി ഒത്തിരി കാര്യങ്ങൾ. അതൊരു വലിയ നേട്ടമായി. ഈ യാത്ര കൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം യൂസുഫ് അലിയെ കണ്ട് പരിചയപ്പെട്ട് യൂസുഫ് അലിയുമായി ബന്ധം പുതുക്കിയതല്ല, ഖലീഫമാരെ കണ്ടതല്ല, ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് പൂക്കോട്ടൂരിനോടൊപ്പം ശംസുൽ ഉലമയുടെ, കണ്ണിയത്തിന്റെ, സമസ്തയുടെ ഒരുപാട് ഗുരുവര്യന്മാരുടെ ചരിത്രങ്ങൾ കണ്ണീരോടുകൂടി പൂക്കോട് ഉസ്താദ് പറഞ്ഞു. ഞാനത് കേട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കാതുകൊണ്ട് കേട്ട കറാമത്തിന്റെ തിളക്കമുള്ള, ഒരിക്കലും ഒളിമങ്ങാത്ത വിലപിടിപ്പുള്ള വാക്കുകൾ എന്റെ കൽവിന്റെ അകത്ത് സൂക്ഷിക്കാൻ എനിക്ക് ആ യാത്രയിലൂടെ സാധിച്ചു. അള്ളാഹു ഉസ്താദുമാരോടുള്ള ബന്ധം നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഈ യാത്രയിലെ സമ്മാനമാണ്. ഏറ്റവും വലിയൊരു സമ്മാനം പറഞ്ഞറിയിക്കാൻ പറ്റൂല. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ലക്ഷക്കണക്കിന് പ്രാവശ്യം ജീവിതത്തിൽ നമ്മൾ അധികരിപ്പിക്കണം. നമ്മളെ അതിനെക്കുറിച്ച് ഗൗരവത്തോടെ ചിന്തിക്കണം, തമാശയായിട്ടല്ല. എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ അല്ലേ? ഞാൻ ആ പ്രോഗ്രാമിന് വേണ്ടി പോകുമ്പോ എന്റെ വീട്ടിൽ നിന്ന് രാത്രി 1 മണിക്കാണ് ഇറങ്ങുക. 4 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലൈറ്റ്, 1 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വലിയ മഴയാണ്. ഞാൻ എന്നിട്ട് ആ എയർപോർട്ടിലേക്ക് പോകുന്ന അതേ വസ്ത്രം കൊണ്ട് തന്നെ മഴയത്ത് നനഞ്ഞ എന്റെ വാപ്പിച്ചാന്റെ ഖബറിന്റെ അടുത്ത് ഞാൻ പോയി ദുആ ചെയ്തത്. ഈ 17-ാം രാവിന് വഹപ്പെടാണ്ടല്ലേ, എനിക്ക് എത്താൻ പറ്റില്ലല്ലോ, അവിടെയല്ലേ. അപ്പൊ യാത്ര പറഞ്ഞ് സന്തോഷത്തോടെ ആ ഖബറിന്റെ മുകളിൽ കണ്ണീര് വീഴ്ത്തിയിട്ട് പോകുമ്പോ കുറച്ചു നാൾ പഠിച്ചതുകൊണ്ട്, ഒരു ഫാത്തിഹ കൊണ്ടും ഒരു ദിക്ർ കൊണ്ടും മരണപ്പെട്ടവർക്ക് കിട്ടുന്ന നേട്ടം എന്റെ ഉസ്താദുമാർക്ക് പഠിപ്പിച്ചത് കൊണ്ടാണ്. നമ്മുടെ മക്കൾ അങ്ങനെ ചെയ്യണ്ടേ? ചോറ് വിളമ്പിക്കൊടുത്ത ഉമ്മയെ ഭക്ഷണത്തിന്റെ മുമ്പിലിട്ട് കൊന്ന മക്കളായി നമ്മുടെ മക്കൾ അത് പതിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സമുദായം, സഹോദരങ്ങൾ ചിന്തിക്കണം. സ്വന്തമായി ചൊല്ലിക്കോ. ആരും ചൊല്ലാനില്ലെങ്കിലും, ആരും നമുക്ക് വേണ്ടി പറയാനില്ലെങ്കിലും നമ്മുടെ സ്വതക്കയും നമ്മുടെ ദിക്റും കൊണ്ട് നമുക്ക് തന്നെ ഒരു വിജയം ഉണ്ടാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ മറന്നു പോകരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് അവസാനം നമ്മുടെ നാവിൽ ഏറ്റവും വലിയ തിളക്കത്തോടെ കൊണ്ടു നടക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. സങ്കടത്തോടുകൂടി ഒരു കാര്യം ഞാൻ പറയട്ടെ. സാധാരണ 20 മക്കളുണ്ട് ഇവിടെ. ഒരു കുട്ടിക്ക് ഹാഫിളാകാൻ 1.5 ലക്ഷം രൂപയ്ക്കാണ് സാധാരണ ഹിഫ്ള് കോളേജിന്റെ കണക്ക്. ഞാൻ പറയട്ടെ, ഒരു കുട്ടിയുടെ 6 മാസത്തെ ചിലവ്, ഫുൾ ചിലവ് 66,666 രൂപയ്ക്ക് ഏറ്റെടുക്കാൻ ഒരാൾ എത്ര കഷ്ടപ്പെട്ടാലും ഈ സദസ്സിൽ നിന്ന് ഒരാണോ ഒരു പെണ്ണോ 6 മാസം ആ ഹിഫ്ളിന് പഠിക്കുന്ന കുട്ടിയുടെ സർവ്വ ചിലവും ഈ കാശിനകത്ത് വെച്ചിട്ട് ഒരു കുട്ടിക്ക് 66,666 രൂപ 6 മാസത്തേക്ക്, ബാക്കി അടുത്ത റബീഉൽ അവ്വലിൽ വാങ്ങിച്ചോളും. 6 മാസത്തേക്ക്. കാരണം എന്താണെന്നറിയോ? ഇത് തമാശയല്ല. എന്റെയും നിങ്ങളുടെയും മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന കളിപ്പാട്ടം 1 മാസം നമ്മളൊന്ന് നിയന്ത്രിച്ചാൽ ഒരു കുഞ്ഞിന് ഖുർആൻ പഠിക്കാൻ തികയും. നമ്മുടെ വീട്ടിൽ മാസാമാസം ഈ പെരുന്നാളിന് എടുക്കാൻ പോകുന്ന ഡ്രസ്സില്ലേ, അതിനല്പം ഒരു നിയന്ത്രണം വെച്ചാൽ ഈ ഇരിക്കുന്ന വെള്ളയും ഇട്ട ഒരു കുട്ടിക്ക് ഹിഫ്ള് പഠിപ്പിക്കുന്നതിന് 6 മാസം അവന്റെ ഭക്ഷണം, അവന്റെ വസ്ത്രം, അവന്റെ കിതാബ്, അവന്റെ ഖുർആൻ, അവന്റെ ജീവിതം, അവന്റെ പൂർണ്ണ സന്തോഷത്തിന് അൽഹംദുലില്ലാഹ് തികയും. ഒരു കുട്ടിയുടെ 6 മാസത്തെ പൂർണ്ണ ചെലവ് 66,666 രൂപ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ,
ഞങ്ങൾ മരിച്ചാ ഞങ്ങൾക്ക് ആഫിലീങ്ങൾ ദുആ ചെയ്യോ അറിയില്ല അല്ലാ. പടച്ചവനെ 66,666 രൂപയ്ക്ക് പകരമായിട്ട് 6 മാസം ഒരു പ്രിയപ്പെട്ട ഇഫ്തിന് പഠിക്കുന്ന കുട്ടി അവന് ശ്വാസം വിടുന്നതിന്റെ പോലും പ്രതിഫലം ഇവർക്ക് കൊടുക്കണേ അല്ലാ. അവര് ഭക്ഷണം കഴിക്കുന്നതിന്റെ പ്രതിഫലം ഇവർക്ക് കൊടുക്കണേ അല്ലാ. അവരിരുന്നു കൊണ്ട് ഖുർആൻ ഇങ്ങനെ നിരന്തരം ഓതുമ്പോ അല്ലാഹുവേ പടച്ചവനെ അതിന്റെ പ്രതിഫലം നീ അവർക്ക് കൊടുക്കണേ അല്ലാ. ഒരു കുട്ടിയുടെ 6 മാസത്തെ പൂർണ്ണമായ ചിലവിന് വേണ്ടിയിട്ട് 66,666 രൂപ ഞാൻ കൊടുക്കാമെന്ന് ആദ്യമായി പറയുന്ന ഭാഗ്യവാനാരാ? അല്ലാഹുവേ ഖുർആന്റെ തണല് കൊടുക്കണേ അല്ലാ, ഖുർആന്റെ പ്രകാശം കൊടുക്കണേ അല്ലാ. ഈ പ്രിയപ്പെട്ട ഹാഫിളീങ്ങൾ അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന മഹാഭാഗ്യം അല്ലാഹുവേ ആ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് കൊടുക്കണേ അല്ലാ. ഒരു കുട്ടിയുടെ 1 വർഷത്തെ ഫുൾ ചെലവ് ചോലോത്ത് സമദ് ഹാജി മണലടി. അൽഹംദുലില്ലാ അബ്ദു സമദ് ഹാജി. കുലു തക്ബീർ, കുലു തക്ബീർ, കുലു തക്ബീർ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ നോമ്പ് പിടിച്ച് നെഞ്ചുപൊട്ടി തൊണ്ടകീറി ഞാൻ അത് പറഞ്ഞത് എന്നെയും എന്റെ കുടുംബത്തെയും പോറ്റാനല്ല തമ്പുരാനെ, ഈ പ്രിയപ്പെട്ട മക്കൾ പഠിക്കുന്ന ഇസ്ലാമിക് സെന്ററിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് റബ്ബേ. ഒറ്റപ്പെട്ട് കബറിന്റെ അകത്ത് ചെന്ന് കിടക്കുമ്പോ എല്ലാവരും മറക്കുമ്പോ സ്നേഹിച്ചവരും ഇഷ്ടപ്പെട്ടവരും ഒക്കെ മറക്കുമ്പോ അല്ലാഹുവേ ഈ സ്ഥാപനത്തിന്റെ ചുമരുകളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അബ്ദുസമദ് ഹാജി 6 മാസത്തേക്ക് 66,666 കൂടെ വീണ്ടും ഒരു 6 മാസത്തേക്ക് അങ്ങനെ 1 വർഷത്തെ ഒരു കുട്ടിയെ ഇതാ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ കുട്ടിയുടെ 1 വർഷത്തെ പൂർണ്ണമായ ചിലവ് അൽഹംദുലില്ലാ ആ പ്രിയപ്പെട്ട സഹോദരൻ ഏറ്റെടുത്തിരിക്കുന്നു. ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഖുർആനിന്റെ ശാപം കൊടുക്കല്ലേ അല്ലാ. ഈ റമളാൻ ആ സഹോദരന്റെ ജീവിതത്തിലെ അവസാനത്തെ റമളാനാക്കല്ലേ അല്ലാ. ആ സഹോദരന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവിടെ ഖബറുകളെ വിശാലമാക്കണേ അല്ലാ. അർഹമുർ റഹീമായ പടച്ചവനെ ഇതൊരു വല്ലാത്ത മജ്ലിസ് തന്നെയാണ്, വല്ലാത്ത അത്ഭുതം തന്നെയാണ്. ഈ പ്രിയപ്പെട്ട മക്കൾ എത്ര പ്രാവശ്യം ബിസ്മി ഓതുന്നുവോ, എത്ര പ്രാവശ്യം ദിക്റ് ചൊല്ലുന്നുവോ, എത്ര പേര് ഖുർആൻ ഓതുന്നുവോ, എത്ര ആയത്തുകൾ ഖൽബിന്റെ അകത്ത് ഉറപ്പിച്ചു വെക്കുന്നുവോ, അതിന്റെ എല്ലാം പ്രതിഫലം ആ പ്രിയപ്പെട്ട സഹോദരനും ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കും നീ കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ. ഒരുപാട് സഹായിച്ചിട്ടുണ്ട് സമുദാജി. അതിനോടൊപ്പമാണ് ഇതുകൂടി ചെയ്തത്. 66,666 ഒരാൾ പറഞ്ഞാൽ മതി, ഒറ്റ ആൾ. എന്നിട്ട് ഞാൻ വേഗം വിഷയത്തിലേക്ക് വന്ന് നമുക്ക് ദുആ ചെയ്യും. ഒരുപാട് സമയം ദീർഘിപ്പിച്ചിട്ട് പോകാൻ വയ്യ. പിരിവാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ എനിക്ക് സങ്കടമാണ്, സഹിക്കാൻ പറ്റൂല. കാരണം ഇത് പിരിവിന്റെ കൂട്ടത്തിൽ പെടുത്തരുത്. ഇത് കളിതമാശയല്ല, ജീവിതത്തിന്റെ അർത്ഥവത്തായ ഒരു ഭാഗമാണ്. 6 മാസം ഒരു കുട്ടിക്ക് 66,666. അത് എന്ത് ചെയ്യുക, ചിലപ്പോൾ 1 മാസം 10,000 കൊടുത്തു, പിന്നെ 2 മാസം കഴിഞ്ഞ് 5,000 കൊടുത്തു, പിന്നെ അത് കഴിഞ്ഞ് 10,000 കൊടുത്തു. അങ്ങനെ ക്രമേണ കുറച്ച് കൊടുത്താലും മതി. ഒരാൾ വേഗം പറഞ്ഞ് ഒരു നല്ല ഒരു പേര്, ഒരു ആണോ ഒരു പെണ്ണോ, നല്ല ബറക്കത്തിന് ഈ റമളാനിന്റെ സമാപന പത്തിൽ ഖുർആനിന്റെ പൊരുത്തം കിട്ടുന്ന സന്തോഷത്തോടെ ഒരു പേര്. ഈ മക്കൾ ഖുർആൻ പഠിക്കുമ്പോൾ അതിൽ ഒരു കുട്ടി 24 മണിക്കൂറും ഖുർആനിലേക്ക് കണ്ണ് അർപ്പിച്ചു വെക്കുമ്പോൾ അതിന്റെ പുണ്യവും പ്രതിഫലവും കിട്ടാൻ അള്ളാഹു ഏറ്റവും അധികം തിരഞ്ഞെടുത്ത ഒരാൾ 6 മാസത്തേക്ക് 66,666 രൂപ രണ്ടാമത് ഒരാൾ പറയാ മനസ്സുള്ള ഒരാൾ. ബിസ്മില്ലാ, കുലു തക്ബീർ, കുലു തക്ബീർ. അൽഹംദുലില്ലാ. ഭക്ഷണം കഴിച്ച് ഖുർആനോദി ജീവിച്ചത്
ഈ പ്രിയപ്പെട്ട സഹോദരന്റെ ചിലവുകൊണ്ടാണ്. അതുകൊണ്ട് എന്റെ ഉള്ളിൽ ഖുർആൻ ഉണ്ടെങ്കിൽ അയാൾക്ക് നരകം കൊടുക്കാൻ പറ്റൂല എന്നേതെങ്കിലും ഒരു മുത്തല്ലിമ് പറയുന്ന ഒരു ഭാഗ്യമാ പ്രിയപ്പെട്ട ബാപ്പൂട്ടി ഹാജിക്ക് നീ കൊടുക്കണേ അല്ലാ. ഇതൊരു ജീവിതത്തിന്റെ വലിയ സൗഭാഗ്യം തന്നെയാണ് റബ്ബേ, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വലിയ മഹത്വം തന്നെയാണ് റബ്ബേ. ആ പ്രിയപ്പെട്ട സഹോദരന്റെ മക്കളെ, മരുമക്കളെ, കുടുംബത്തെ, ചെറുമക്കളെ മുഴുവനും നീ സഹായിക്കണേ അല്ല, സംരക്ഷിക്കണേ അല്ല. ആർക്കെങ്ങനെ പറയാൻ മനസ്സ് വരുന്നുവോ അവരെ നീ ഏറ്റെടുക്കണേ അല്ല, അവരെ നീ ഏറ്റെടുക്കണേ അല്ല. അവരുടെ ജീവിതത്തിന്റെ എല്ലാ വിഷമങ്ങളും അല്ലാഹുവേ ഇതിന്റെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ചോദിക്കുന്നില്ല, സമയക്കുറവാണ്. നമുക്ക് നാളെ സമയം പോലെ ഇടയ്ക്കൊരു 10 മിനിറ്റ് മതി, നമുക്ക് സമയം കളയാനൊന്നുമില്ല. വിഷയം വളരെ വലുതായതുകൊണ്ടും പഠനാർഹമായതുകൊണ്ടും അതിനിടയിൽ ഇതിനെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രദ്ധിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് നല്ല മനസ്സ് വെച്ചാൽ അൽഹംദുലില്ലാ. സഹോദരിമാരോടൊന്നും ഇന്ന് സ്വർണ്ണം ഒന്നും ചോദിക്കുന്നില്ല. നാളെ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ സമയം കളയാതെ കൊടുക്കണം. അത് അപ്പൊ നിങ്ങൾക്ക് 2 പ്രതിഫലം, ഒന്ന് ഇൽമിന്റെ മജ്‌ലിസ് മെച്ചപ്പെടുത്തിയ കൂലി കൂടെ കിട്ടും. അപ്പോൾ സമയം ഈ സദസ്സിൽ ഇങ്ങനെ നഷ്ടപ്പെടുത്താതെ നേരത്തെ തന്നെ കൊടുത്ത് അതൊക്കെ വൃത്തിയോടെ സംഘാടകർ എഴുതി തരും. അതിനുള്ള കഴിവുള്ള സംഘാടകരാണ് ഇവർ. അല്ലാഹു അവരെ അനുഗ്രഹിക്കട്ടെ. കോട്ടോപ്പാടത്ത് നിന്ന് അക്കര ബീരാൻകുട്ടി. ഞാൻ ആലോചിച്ചു കോട്ടോപ്പാടത്ത് നിന്ന് ആദ്യം പറയാത്തതെന്ന്. VYC ഉള്ളിടത്തോളം കാലം എന്തായാലും ആ സ്ഥാനം അങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അവിടെ നിന്ന് അക്കര ബീരാൻ ഹാജി അൽഹംദുലില്ലാ 6 മാസത്തേക്ക് 6666 രൂപ. കുലൂ തക്ബീർ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ നിന്റെ തീരുമാനമാണ്, നീ കൊടുത്ത മഹാഭാഗ്യമാണ്. കോടിക്കണക്കിന് രൂപ അനാവശ്യമായി പാഴാക്കി കളയുന്നവരുണ്ടല്ലോ തമ്പുരാനെ. അല്ലാഹുവേ ബീരാജിയെ നീ അനുഗ്രഹിക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആമീൻ പറയ് സഹോദരങ്ങളെ. മുത്തഅല്ലിമീങ്ങളൊക്കെ പറഞ്ഞു, ഹിഫ്ദിന് പഠിക്കുന്ന മക്കളൊക്കെ പറഞ്ഞു. അല്ലാഹുവേ പടച്ചവനെ നീ സ്വർഗം കൊടുക്കണേ അല്ലാ, പടച്ചവനെ ഈ സ്വതക്ക കബൂൽ ചെയ്യണേ അല്ലാ. ഖുർആനിന്റെ ശാപം കൊടുക്കല്ലേ അല്ലാ, ഖുർആനിന്റെ പ്രകാശമാ കൽബിലേക്ക് നീ ഇറക്കി കൊടുക്കണേ അല്ലാ, ഇറക്കി കൊടുക്കണേ അല്ലാ. ഈ പ്രിയപ്പെട്ട മക്കളെ ഹാഫിളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു വലിയ ജിഹാദ് എന്ന് ഇവിടെ നടക്കാൻ പോവാണ്. അതിന് സമ്പത്ത് കൊണ്ട് പങ്കുചേരുന്നവർക്ക് നീ ഒരു നഷ്ടവും കൊടുക്കല്ലേ അല്ലാ. ഇതൊക്കെ നേരത്തെ തീരുമാനിച്ചു വന്നവരല്ല. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് വരാനിരിക്കുന്ന അപകടം അല്ലാഹുവേ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ദുരിതങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ സല്ലി അലാ നബി മുഹമ്മദ്. ബാക്കിയൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ നേരത്തെ തന്നെ സംഘാടകരോട് പറയും. ഈ വർഷം ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മള് പിന്നെ എന്താണ് കോയക്കുട്ടി ഉസ്താദിലെ സമാധാനം വരിക. കോയക്കുട്ടി ഉസ്താദ് ഏലംകുളം ഉസ്താദുണ്ട്, കോയക്കുട്ടി ഉസ്താദുണ്ട്. കോയക്കുട്ടി ഉസ്താദ് വരുമ്പോ എനിക്ക് കോയക്കുട്ടി ഉസ്താദിനടുത്തൊരു കാര്യം പറഞ്ഞു കൊടുക്കണം. 313 ആളുകൾ ഈ സദസ്സിൽ നിന്ന് 6666 രൂപ, അത് ലാസ്റ്റ് ദിവസത്തേക്ക് ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് എഴുതി കൊടുക്കണം. സദസ്സിന് പറയിപ്പിക്കാനുള്ള നേരമില്ല. അപ്പൊ അത് സഹോദരിമാര് നിർബന്ധമായും ആ കാര്യം ഏറ്റെടുക്കണം. ഈ ഒരു വർഷത്തെ ഇഫ്ദിന്റെ സ്ഥാപനത്തിന്റെ ചിലവിലേക്ക് 6666 രൂപ, 66,000 അല്ല 6666 രൂപ, 313 ആളുകൾ വ്യക്തമായവരുടെ പേരും നമ്പരും ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ സംഘാടകരെ ഇപ്പോഴും തന്നെ വാദം കഴിഞ്ഞ് പോകുമ്പോൾ മോനെ എന്റെ പേരൊന്ന് എഴുതിക്കോ, പുച്ചിയുടെ പേര് എഴുതിക്കോ, ആങ്ങളുടെ പേര് എഴുതിക്കോ, ഗൾഫിൽ കഴിയുന്ന ഭർത്താവ്, അങ്ങനെ ഓരോരുത്തരുടെ എഴുതാം. എഴുതിയിട്ട് ഇൻഷാ അല്ലാഹ് ക്രമേണ കുറച്ച് കൊടുത്താൽ മതി. 3-4 മാസത്തെ കാലാവധിയൊക്കെ വെച്ച് നിങ്ങൾ കൊടുത്താൽ മതി, അത് നടക്കും. എങ്ങനെ നിങ്ങൾ താമസിച്ചാലും അതിന്റെ ബിൽഡിങ്ങിന്റെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഇച്ചിരി പണി കൂടി ബാക്കിയുണ്ട്. ആ സ്വാദിഖ് ഉസ്താദ് പറഞ്ഞതുപോലെ ഒഴിവായി കിടക്കുന്ന റൂമുകളിലൊക്കെ കിതാബുകളാകണം, ആലിമീങ്ങളാകണം, പണ്ഡിത ദറസ് വേണം, ഇഫ്ദ് കോളേജ് വേണം, ഒക്കെ വേണം. അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. അപ്പൊ അത് നടക്കണം. ഓരോ സെക്കൻഡിലും നമുക്ക് പാർട്ണർഷിപ്പ് ചേർന്നിട്ട് ഈ കച്ചവടത്തിന്റെ ലാഭം കിട്ടുന്ന പോലെ ആത്മീയതയുടെ ഒരു വലിയ ലാഭം നമുക്ക് നേടിയെടുക്കാൻ ഇസ്ലാമിക് സെന്റർ എന്ന് പറയുന്ന മണ്ണാർക്കാട് ഒരിക്കലും നടക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത ആ ഒരു വലിയ അത്ഭുതത്തിന്റെ പുണ്യം കൊണ്ട് അല്ലാഹു നമുക്ക് തെരുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെയും ഏറ്റെടുക്കണം, ശംസു ഏറ്റെടുക്കണം, സലാജി ഏറ്റെടുക്കണം, എല്ലാവരും 6666 ആ പേരൊക്കെ ഉണ്ടാവണം. അതൊന്നും ഒരു നഷ്ടമല്ല. പാവപ്പെട്ടവരെന്നെ കൊടുക്കണം, പാവപ്പെട്ടവർ കൊടുക്കണം. നിങ്ങളുടെ നാട്ടിലാണ് അണ്ണനെന്ന് നിങ്ങളൊക്കെ വിളിച്ച് പാവപ്പെട്ടവർക്ക് വേണ്ടി ഓടി നടന്ന ഒരു സഹോദരൻ നിന്ന നിൽപ്പിൽ മരണപ്പെട്ടത് നിങ്ങൾ മറന്നു പോകരുത്. അദ്ദേഹം മരണപ്പെട്ടിട്ട് വീണ്ടും നിങ്ങൾ 2 വർഷം കൂടി, 2 വർഷമായാലേ സുലൈമാക്ക
3 വർഷം 2 വർഷം ആ 2 വർഷം കൂടി നിങ്ങൾ വീണ്ടും ജീവിച്ചു. അതിന് പകരമെങ്കിലും ആ 2 വർഷം അദ്ദേഹം പോയി, 2 വർഷം വീണ്ടും നമ്മൾ ജീവിച്ചത് അതിന്റെ ഒരു ഫീസായിട്ടെങ്കിലും. അള്ളാഹു അങ്ങനെയാണ്, നമ്മളോടൊപ്പമുള്ളവരെ കൊണ്ടുപോയി നമ്മളെ പാഠം പഠിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു നോക്കുകയാണ്. മറന്നുപോകരുത്, 313 ആളുകൾ കൃത്യമായിരിക്കണം. എങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷവും നമുക്ക് റമദാൻ പ്രഭാഷണം നടത്തണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അല്ലാതെ നമുക്ക് ലക്ഷക്കണക്കിന് രൂപകൾ പറഞ്ഞിട്ട് അങ്ങനെ കിട്ടാതെ പോകുന്നൊരവസ്ഥ വരരുത്. ഇപ്പൊ പറഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിനോട് ഹുബ്ബുള്ളവരാണ് അവർ. അവർ പറഞ്ഞാൽ അൽഹംദുലില്ലാ അത് ക്രമേണ നമുക്ക് കിട്ടും. അല്ലാതെ വെറുതെ കുറെ വാഗ്ദാനങ്ങൾ കിട്ടിയിട്ട് അർത്ഥമില്ല. അതിന് ഞാനും നമ്മുടെ അശ്റഫി ഉസ്താദ് അബീ ഫൈസി എന്ന ഇതുവരെ മെനക്കെട്ടിട്ടുമില്ല. ചെറിയ ചെറിയ തുകകളാണ് അൽഹംദുലില്ലാ നമ്മൾ വാരിക്കൂട്ടി വലിയ സ്ഥാപനം ഉണ്ടാക്കി. അതുപോലെ തന്നെയാണ് ഇനിയും വേണ്ടത്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സഹോദരിമാരോടൊന്ന് സ്വർണ്ണാഭരണങ്ങളൊന്നും ചോദിക്കുന്നില്ല, ചോദിക്കാതെ പോലും നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ തന്നു. സമയം വൈകിയത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ആ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അത് തന്നെ ചൊല്ലി അൽഹംദുലില്ലാ നമുക്ക് ദിക്ർ ചൊല്ലാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കട്ടെ. 2 ദിക്റുകളാണ് ഇബ്ലീസിന് പേടി. മനുഷ്യരെ തെറ്റ് ചെയ്തിട്ട് നശിപ്പിക്കാൻ ഇബ്ലീസ് പരിശ്രമിക്കുമ്പോൾ ആ മനുഷ്യർ എന്നെ നശിപ്പിക്കുന്നത് ബിലാ ഇലാഹ ഇല്ലല്ലാഹ് വബിൽ ഇസ്തിഗ്ഫാർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടും അസ്തഗ്ഫിറുല്ലാഹ് കൊണ്ടുമാണ്. അസ്തഗ്ഫിറുല്ലാഹ് എന്നൊരാൾ ചൊല്ലുന്നത് കൊണ്ട് അവന്റെ പാപം പൊറുക്കുക എന്ന നേട്ടത്തിനപ്പുറം, പാപം പൊറുക്കുക എന്ന നേട്ടത്തിനപ്പുറം വേറെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു നടത്തിത്തരും. വേറെ ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ ഇൻഷാ അല്ലാഹ് പറയും. കുഞ്ഞുങ്ങളുണ്ടാവുക, മഴ പെയ്യിപ്പിക്കുക, അതുപോലെ രോഗം, ഇതൊക്കെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന ഒറ്റ ദിക്റിന്റെ പവർ കൊണ്ട് നടക്കും. ഒരുപാട് ചരിത്രം തെളിവാണ് അതിന്. നാളെ അതിന്റെ ഹദീസുകളും ചരിത്രങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പറയാം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഖബറിന്റെ അകത്തിട്ട് വ്യഭിചരിച്ചിട്ട് അള്ളാഹുവിന്റെ അടുത്ത് വന്നിട്ട് തൗബ ചെയ്ത ഒരു മനുഷ്യന്റെ ചരിത്രമൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് പറയണം. മനസ്സിന്റെ അകത്ത് തൗബ നിറഞ്ഞു നിൽക്കണം. അതിന്റെ നിബന്ധനകളൊക്കെ ഇൻഷാ അല്ലാഹ് പറയും. ബഹുമാനപ്പെട്ട കോഴിക്കോട്ട് ഉസ്താദൊക്കെ ഇവിടെ തിങ്കളാഴ്ച എത്തി ഏലംകുളം ഉസ്താദൊക്കെ ദുആ ചെയ്യാൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി വളരെ സ്വീകാര്യോഗ്യമാക്കി നമ്മൾ മാറ്റണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കക്കുപ്പടി ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഉപ്പയാണ് അൽഹംദുലില്ലാ 6666ന്റെ ആദ്യ സംഖ്യയുടെ ഉദ്ഘാടനം എന്നറിയിച്ചിട്ടുണ്ട്. കുലൂ തക്ബീർ, കുലൂ തക്ബീർ, കുലൂ തക്ബീർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഉപ്പാക്ക് അല്ലാഹു എല്ലാ നന്മകളും അല്ലാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ. അല്ലാഹു എല്ലാ ബറക്കത്തുകളും ഐശ്വര്യവും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ആ പ്രിയപ്പെട്ട ഉസ്താദിന് മരിക്കുന്നതുവരെ വളരെ ഇഖ്ലാസോടെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ 101% ആവശ്യത്തോടെ ഈ ബറക്കത്തുള്ള ആദർശ വീതിയിൽ അടിപതരാതെ മുന്നോട്ട് നീങ്ങാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 313 ആളുകൾ കൃത്യമായി അതിനകത്ത് കറക്റ്റായി പോയാൽ പിന്നെ ആ തുക വാങ്ങൂല എന്ന് പറഞ്ഞാൽ അത് വാങ്ങൂല തന്നെ. അശ്റഫി വാങ്ങിച്ചാലും അഭിവഹിച്ച് വാങ്ങിച്ചാലും തെറ്റാണ്, വാങ്ങൂല തന്നെ. 313 ആള് കറക്റ്റ്. അത് അങ്ങനെ പറഞ്ഞ് കോയക്കുട്ടുസ്ഥാനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാനാണ്. അള്ളാഹു കോയക്കുട്ടുസ്ഥാനെ ദീർഘായുസ് കൊടുക്കട്ടെ. എന്ന് നിങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ ദുആ ചെയ്യണം. നമുക്ക് അങ്ങനെയുള്ള ഉസ്താദുമാരിന് കുറവാണ്. തൊഴിയൂർ ഉസ്താദൊക്കെ മരിച്ചുപോയി എന്ന് പറഞ്ഞ് വാട്സപ്പിലൂടെ ക്ലിപ്പ് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ പല സ്ഥലത്തും അദ്ദേഹത്തിന് വേണ്ടി ഖത്തം നിയ്യത്ത് ചെയ്തു, യാസീനൊക്കെ ഓതാൻ തീരുമാനിച്ചു. അപ്പോഴാണ് SKSF-ന്റെ പ്രിയപ്പെട്ട കുട്ടികൾ വീണ്ടും പിന്നെ വാട്സപ്പിലൂടെ അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല, ഞങ്ങൾ ഇപ്പോൾ ഉസ്താദിന്റെ അടുത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞ വീഡിയോ എടുത്ത് അയച്ചു. അൽഹംദുലില്ലാ. അപ്പോ അതുകൊണ്ട് അങ്ങനെ ഞങ്ങളെയൊക്കെ തട്ടിക്കളിക്കുന്ന പോലെ വലിയ വലിയ ഉസ്താദുമാരെയും മഹത്തുക്കളെന്ന് നിങ്ങൾ തുടരുത്. അള്ളാഹു അവരുടെ ഗുരുത്തക്കേടിനെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സുഖമില്ലാതെ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, അവരെ പോലുള്ളവർ അവർ മാത്രമേ ഉള്ളൂ. അവർ നഷ്ടപ്പെട്ടാൽ നമുക്കൊരു വലിയ നഷ്ടം തന്നെയാണ്. സ്വാദിഖ് ഉസ്താദൊക്കെ നമ്മൾ പലരും ചിന്തിക്കൂലേ, ഉസ്താദൊക്കെ വലിയ പവറാണ്. നിങ്ങൾ ദുആ ചെയ്തപ്പോഴൊക്കെ കൽബ് ഇടിച്ചത് നിങ്ങൾ കണ്ടില്ലേ? അവരൊക്കെ ഒരുപാട് പാണ്ഡിത്യമുള്ളവരാണ്. നടന്നു വന്ന വഴിയിൽ ഒരുപാട് അടയാളങ്ങൾ ശരീരത്ത് പുരണ്ടവരാണ്. അവർക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. എല്ലാ ഉസ്താദുമാരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ. അപ്പോൾ ആദ്യ തുക അശ്റഫി ഉസ്താദിന്റെ ഉപ്പ കൊടുത്ത് ഉദ്ഘാടനം ചെയ്തു. ബാക്കിയുള്ളത് അങ്ങനെ നടക്കണം. നാളെ വരുമ്പോൾ സ്വർണ്ണമൊക്കെ ഞാൻ ചോദിക്കാതെ തന്നെ എന്റെ സഹോദരിമാർ എല്ലാവരും 1 വർഷത്തിൽ നമ്മുടെ സ്വർണത്തിന്റെ ഒരു വിഹിതം മണ്ണാർക്കാട് ഇസ്ലാമിക് സെന്ററിന് നിയപ്പ് ചെയ്യേ. ഒരു നഷ്ടവും നിങ്ങൾക്ക് വരൂലല്ലോ. അള്ളാഹു അല്ലേ വാരിക്കോരി തരിക. വലിയ രോഗം അള്ളാഹു തരാതിരുന്നാ പോരെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇന്ന് വേറൊന്നും പറയുന്നില്ല. 11 ലാ ഇലാഹ ഇല്ലല്ലാഹ്, 11 ഇസ്തിഗ്ഫാർ, 11 സലാത്ത്. ഇത് 3 എത്ര സമയം വൈകിയാലും നമുക്ക് നേട്ടം മാത്രമേ തരുള്ളൂ. അത് ചൊല്ലി ബാക്കി കാര്യങ്ങളൊക്കെ നാളത്തേക്ക് മാറ്റി 9 മണിക്ക് കൃത്യം ഇവിടെ എത്തണം. മജ്ലിസിന്നൂറിൽ എനിക്കും പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പരമാവധി ഞാൻ നേരത്തെ എത്തും. അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും എഴുന്നേറ്റ് നിൽക്കുക. ജദ്ദിദു ഈമാനക്കും വനവ്വിറൂ
قلوبكم بقول لا إله إلا الله 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 أستغفر الله الذي أستغفر الله الذي أستغفر الله العظيم أستغفر الله الذي أستغفر الله العظيم 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 بفضل صلى الله على محمد صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد. ദുആ ചെയ്യാൻ പോവുകയാണ്. സുലൈമാൻ ഹാജി കുറ്റിയോട് 6666, ഹംസ പടുവിൽ നെരിയങ്കോട് 6666. അൽഹംദുലില്ലാ, ഇത് ഒരു പുസ്തകത്തിനകത്താക്കി വൃത്തിയായിട്ട് ഓരോരുത്തരുടെ പേരെഴുതണം. ഇരിക്കുന്നവരിലൊക്കെ പരമാവധി പറയാൻ പറ്റുന്നവരൊക്കെ കുറേശ്ശെ നിങ്ങൾ കൊടുത്തു തീർത്താൽ മതി. അതൊരു വലിയ ബറക്കത്ത്. ഈ സ്ഥാപനത്തിനോടുള്ള നമ്മുടെ ഒരു ആത്മീയതയുടെ പാർട്ട്ണർമാരാകാനുള്ള ഒരു വലിയ അവസരം അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹബീബ് ഹാജി 25,000 രൂപ ആദ്യം നിയ്യത്ത് ചെയ്തു. അള്ളാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യവും ബറക്കത്ത് റഹ്മത്തും അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ. പറയും. രണ്ട് ഹോട്ടലിൽ നേരത്തെയൊക്കെ ഭയങ്കര കച്ചവടമായിരുന്നു. എന്റെ കൂടെ ഫലസ്തീൻ വന്നപ്പോൾ നോമ്പിന് ഇനി നിങ്ങൾ കച്ചവടം ചെയ്യരുതെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇപ്പൊ 2 ഹോട്ടലും പകലില്ല ഉസ്താദെ, അതുകൊണ്ട് രാത്രി അത് റാഹത്തായി പോകണം, അതിനുവേണ്ടി ദ്വാരക്കാൻ പറഞ്ഞു. അത് വലിയ, സത്യം പറഞ്ഞാൽ വലിയ സാമ്പത്തിക നഷ്ടമാണ്. ഒരു വലിയ കച്ചവടം നടക്കുന്ന ഹോട്ടലിൽ റമദാനിൽ പകലടച്ചിടുക, അത് തെറ്റാണ് എന്ന് മനസ്സിലായപ്പോൾ അന്ന് നിർത്തിയതാ, പിന്നെ ചെയ്തിട്ടില്ല. അതിന്റെ ഇരട്ടിക്കിരട്ടി ബറക്കത്തും പുണ്യം അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വനബിയിനാ വമൗലാനാ മുഹമ്മദ്. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اجعل هذا الشهر الشريف العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل صيامنا صيام الصائمين وقيامنا قيام القائمين. واجعل مجلسنا هذا عندك مقبولة ومرضية ومحبة يا رب العالمين. അല്ലാഹുവേ, പരമാധികാരിയായ പടച്ചവനെ, ഈ പരിശുദ്ധ റമദാനിൽ ഇവിടെ വന്ന് സമയം ചെലവഴിച്ചവർക്ക് ഇതൊരു നഷ്ടമാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ആത്മീയ ഡയറത്താടുകളിൽ പതിഞ്ഞു കിടക്കുന്ന മണിക്കൂറുകളാക്കി ഇതിനെ നീ മാറ്റണേ അല്ലാഹ്.
ഞങ്ങളെ നരകത്തിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ മണിക്കൂറുകൾ ഒരു കാരണമാക്കണേ അല്ലാ. 9 മണിക്ക് തന്നെ വന്നവരുണ്ട് റബ്ബേ. ഒരുപാട് ആവശ്യങ്ങൾ മാറ്റിവെച്ച് റമളാനിന്റെ വലിയ പുണ്യത്തിനോടിയെത്തിയവരാണ്. മൻ ഹദറ മജ്ലിസുൽ ഇൽമി ഫീ റമളാൻ കതബല്ലാഹു ലഹു ബികുല്ലി ഖദമിൻ ഇബാദത്തി സന. ഒരു കാല് വെക്കുമ്പോൾ 1 വർഷത്തെ ഇബാദത്തിന്റെ കൂലിയാണ് റമളാനിന്റെ മജ്ലിസിനുള്ളതെങ്കിൽ അത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ.